വെനിസ്വേലയിൽ ആദ്യമായി മനുഷ്യരെത്തിച്ചേരുന്നത് ഏകദേശം 15,000 വർഷങ്ങൾക്ക് മുൻപാണ്. അതായത് 13,000 BC-യിലാണ്. എങ്ങനെയാണ് 13,000 BC-യിൽ മനുഷ്യർ വെനിസ്വേലയിൽ എത്തിച്ചേർന്നത്? ഇന്ന് ഭൂമിയിൽ കാണുന്ന സകല മനുഷ്യരുടെയും ഉറവിടം ആഫ്രിക്കയായിരുന്നു. ആഫ്രിക്കയിൽ നിന്ന് പിന്നീട് അനവധി വർഷങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ പല മേഖലകളിലേക്ക് മനുഷ്യർ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു വലിയ കൂട്ടം മനുഷ്യർ സൈബീരിയയിൽ എത്തിച്ചേർന്നു. ഇന്നത്തെ ഭൂപടം പരിശോധിക്കുമ്പോൾ റഷ്യയുടെ കിഴക്കൻ അറ്റം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സമുദ്രമാണ്. എന്നാൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അലാസ്കയിലെത്തും. അലാസ്ക ഇന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഒരു സ്റ്റേറ്റാണ്. ഈ അലാസ്കയ്ക്കും റഷ്യയുടെ കിഴക്കൻ അറ്റത്തിനും ഇടയിലുള്ളത് ഒരു ചെറിയ കടലിടുക്കാണ്. ആ കടലിടുക്കാണ് ബെറിങ് സ്ട്രേറ്റ്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ചെറിയ പാലം കൂടി ഉണ്ടായിരുന്നു. മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു പാലമല്ല, സ്വാഭാവികമായിട്ട് ഉണ്ടായി വന്ന ഒരു ഇടനാഴിയാണ്. അതുവഴി മനുഷ്യർക്ക് യഥേഷ്ടം നടന്ന് അപ്പുറത്തേക്ക് എത്തിച്ചേരാനും കഴിയുമായിരുന്നു. ആ പാലമാണ് ബെറിങ് ലാൻഡ് ബ്രിഡ്ജ്. ആ പാലം കടന്ന് അപ്പുറത്തെത്തിയ മനുഷ്യരാണ് ചരിത്രത്തിലാദ്യമായി നോർത്ത് അമേരിക്കയിൽ എത്തിച്ചേർന്ന മനുഷ്യർ. ഇന്ന് നമുക്ക് നോർത്ത് അമേരിക്കയിൽ കാണാൻ സാധിക്കുന്ന റെഡ് ഇന്ത്യൻസ് അത് ഇവരുടെ നേരിട്ടുള്ള പിൻഗാമികളാണ്. അവിടെ തന്നെ തമ്പടിച്ചില്ല. കുറേയധികം ആളുകൾ കുറേയധികം വർഷങ്ങളോളം അവിടെ താമസിച്ചു. എന്നാൽ കുറേയധികം പേർ പിന്നെയും മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അവരുടെ പല തലമുറകൾ കഴിഞ്ഞപ്പോൾ അവർ സൗത്ത് അമേരിക്കയിൽ എത്തിച്ചേർന്നു. സൗത്ത് അമേരിക്കയിൽ എത്തിച്ചേരുമ്പോൾ അവർ രണ്ടായിട്ട് വേർപിരിഞ്ഞു. ഒരു സംഘം പോകുന്നത് ഇന്നത്തെ ചിലി മേഖലയിലേക്കാണ്, മറുസംഘം പോകുന്നത് വെനിസ്വേലയൊക്കെ അടങ്ങുന്ന പ്രദേശത്തേക്കുമായിരുന്നു. എന്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവ്? ഒരുപാട് തെളിവുകളുണ്ട്. പക്ഷേ വെനിസ്വേല മേഖലയിൽ നിന്ന് നമുക്ക് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു മാസ്റ്റഡോണിൻ്റെ അസ്ഥിപഞ്ജരം കിട്ടിയിരുന്നു. ആ അസ്ഥിപഞ്ജരത്തിൽ നിന്ന് അതിൻ്റെ പെൽവിക് ബോണിനോട് ചേർന്ന് കല്ലുകൊണ്ടുണ്ടാക്കിയെടുത്ത ഒരു കുന്തത്തിൻ്റെ അവശേഷിപ്പുകളും നമുക്ക് കിട്ടിയിരുന്നു. ഇന്ന് നമ്മൾ എൽ ജോബോ എന്ന് വിളിക്കുന്ന ഈ കൽക്കുന്തങ്ങൾ ധാരാളമായി വെനിസ്വേലയിലെ പ്രാകൃത മനുഷ്യർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള മാസ്റ്റഡോണിൽ കാർബൺ ഡേറ്റിംഗ് പഠനങ്ങൾ നടത്തിയപ്പോൾ ഇത് ഏതാണ്ട് 13,000 മുതൽ 11,000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു മാസ്റ്റഡോൺ ആണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നീടുള്ള 10,000 വർഷക്കാലം വേട്ടയാടലിലൂടെയാണ് മനുഷ്യരവിടെ ജീവിച്ചു പോന്നിരുന്നത്. പക്ഷേ എന്നും അങ്ങനെ വേട്ടയാടി ജീവിക്കാൻ സാധിക്കില്ല. വേട്ടയാടൽ വളരെ അപകടം പിടിച്ച ഒരു പണിയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എപ്പോഴും ഭക്ഷണം കിട്ടിയൊന്നും വരില്ല. ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. എന്നാൽ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുകയാണെങ്കിലോ അത് നമുക്ക് ആവർത്തിച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് ഭക്ഷണത്തിന് വലിയ ക്ഷാമമൊന്നും ഉണ്ടായില്ല. ലോകത്തുള്ള വിവിധ മനുഷ്യർ എങ്ങനെയാണോ കൃഷിയിലേക്ക് എത്തിച്ചേർന്നത് അതുപോലെ തന്നെ വെനിസ്വേലയിൽ ഉണ്ടായിരുന്ന മനുഷ്യരും കൃഷിയിലേക്ക് എത്തിച്ചേർന്നു. ഏതാണ്ട് 1000 BC-യിൽ, അതായത് ഏകദേശം 3000 വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യമായി അവർ കൃഷി ചെയ്യുന്നത്. അവർ കൃഷി ചെയ്തത് കസവ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരുതരം കിഴങ്ങാണ്. നമ്മുടെ കപ്പ പോലുള്ള ഒരു കിഴങ്ങാണ്. അതിനു പുറമെ അവർ ചോളവും കൃഷി ചെയ്തിരുന്നു. അതിനുശേഷമാണ് ആൻഡീസ് മലനിരകളോട് ചേർന്ന് പുതിയൊരു സംസ്കാരം തന്നെ ആരംഭിക്കുന്നത്. ടിമോട്ടോ കുയിക്ക സംസ്കാരം. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൃഷി രീതികളും ഇറിഗേഷൻ ഫെസിലിറ്റീസും അവർ ഉണ്ടാക്കിയെടുത്തു. തീരപ്രദേശങ്ങളിൽ കൂടുതലായിട്ടുണ്ടായിരുന്നത് കരീബ് ഗോത്രത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അതേസമയം സമതല പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നത് അറാവാക് ട്രൈബ്സുമായിരുന്നു. പിന്നെയും ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോയി. യൂറോപ്പ് ശക്തമായി വളരാൻ തുടങ്ങി. അവർ വലിയ കപ്പലുകൾ ഉണ്ടാക്കി ലോകത്തിൻ്റെ വിവിധ മേഖലകൾ കീഴടക്കാൻ ശ്രമിച്ചു. അങ്ങനെ അവർ നോർത്ത് അമേരിക്കയിലും എത്തി. ക്രിസ്റ്റഫർ കൊളംബസ് അദ്ദേഹത്തിൻ്റെ 3ാമത്തെ യാത്രയിൽ 1498-ലാണ് സൗത്ത് അമേരിക്കയിൽ ആദ്യമായി എത്തിച്ചേരുന്നത്. ചരിത്രത്തിൽ ആദ്യമായി സൗത്ത് അമേരിക്കയിൽ കാലുകുത്തിയ ഒരു യൂറോപ്യനുമായിരുന്നു അദ്ദേഹം. അതിമനോഹരമായ ആ ഭൂപ്രദേശത്തിന് ക്രിസ്റ്റഫർ കൊളംബസ് ഒരു പേരുകൂടി കൊടുത്തു, ടിയാറ ഡെ ഗ്രേസിയ, അല്ലെങ്കിൽ ലാൻഡ് ഓഫ് ഗ്രേസ്, അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള ഭൂമി. തൊട്ടടുത്ത വർഷം 1499-ൽ അലോൺസ ഡെ ഒജേഡയും അമേരിക്കോ വെസ്പുജിയും ഇതേ മേഖലയിൽ എത്തിച്ചേർന്നു. അന്നവർ അതിമനോഹരമായ ഒരു കാഴ്ച കണ്ടു. മറാക്കൈബോ എന്ന വിശാലമായ തടാകത്തിൻ്റെ ഉള്ളിൽ തന്നെ വീടുകൾ വെച്ചിരിക്കുന്നു. വലിയ കമ്പുകൾ നാട്ടിയിട്ടുള്ള മനോഹരമായ വീടുകൾ. ആ വീടുകളെ വിളിച്ചിരുന്നത് പലാഫിറ്റോസ് എന്നായിരുന്നു. ഈ മേഖല അതിമനോഹരമാണ്. അവർ ആ മേഖലയ്ക്ക് ഒരു പേര് കൂടി കൊടുത്തു. തടാകത്തിൻ്റെ ഉള്ളിൽ തന്നെ വീടുകൾ വെച്ച് താമസിക്കുന്നതുകൊണ്ടായിരിക്കണം ലിറ്റിൽ വെനീസ് എന്ന് അർത്ഥം വരുന്ന വെനിസ്വേല എന്ന പേരാണ് അന്നവർ ചാർത്തി കൊടുക്കുന്നത്.
1522 സ്പെയിൻ മനോഹരമായ ഒരു പോർട്ട് കൂടി നിർമ്മിച്ചു, ന്യൂവാ കാഡിസ് പോർട്ട്. വെനിസ്വേലയോട് ചേർന്ന് കിടക്കുന്ന ഒരു ദ്വീപായ കുബാഗ്വേയിലാണ് അവർ ഈ ഒരു പോർട്ട് സ്ഥാപിച്ചത്. അവരുടെ ഉദ്ദേശലക്ഷ്യം സിമ്പിളാണ്. അവിടെ ധാരാളമായി മുത്തുച്ചിപ്പികളുണ്ട്. ആ മുത്തുച്ചിപ്പിയിൽ നിന്നും മുത്തുകൾ ഖനനം ചെയ്തെടുക്കുക. പോർട്ടൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് വേറൊരു ആശയം കൂടി ഉണ്ടായി. എന്തിനാണ് നമ്മൾ ഈ ഒരു ദ്വീപിൽ മാത്രം നിൽക്കുന്നത്? തൊട്ടടുത്ത് തന്നെ ഒരു വലിയ വൻകരയുണ്ട്. ആ വൻകരയും കൂടി നമുക്ക് കീഴടക്കിയാലോ? ഒറ്റയടിക്ക് ആ വലിയ വൻകര കീഴടക്കാൻ സാധിക്കില്ല. എന്നാൽ കുറേശ്ശെ അത് സ്പെയിനിൻ്റെ ഭാഗമാക്കി മാറ്റാം. അങ്ങനെയാണ് അവർ കുമാന എന്ന ഒരു പ്രദേശം കീഴടക്കുന്നത്. സൗത്ത് അമേരിക്കയിൽ തന്നെ സ്പെയിൻ്റെ ആദ്യത്തെ സെറ്റിൽമെൻറ്റും അവിടെയാണ് ആരംഭിക്കുന്നത്. ആ കാലഘട്ടങ്ങളിൽ സ്പെയിൻ അവരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുപാട് പണം കടം മേടിക്കുമായിരുന്നു. ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിലുള്ള വലിയ വലിയ ബാങ്കിങ് സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ബാങ്കിങ് കുടുംബങ്ങളിൽ നിന്ന് പോലും അവർ കടം വാങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കുടുംബമുണ്ടായിരുന്നു ജർമ്മനിയിൽ. അവരുടെ നിന്നും ഒരുപാട് പണം കടം വാങ്ങിച്ചപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. തിരിച്ചു കൊടുക്കാതെ പകരം അവർ ആ ഒരു പോർട്ടിൻ്റെ ഉത്തരവാദിത്വം ഈ ജർമ്മൻ ഫാമിലിക്ക് കൊടുത്തു. വർഷം 1528. അവരന്ന് ലീസിനാണ് കൊടുത്തത്. 1546 വരെ ആ ജർമ്മൻ കുടുംബം അവിടെ ഉണ്ടായിരുന്നു. പിന്നീടാണ് സ്പെയിനിന് മറ്റൊരാശയം ഉണ്ടാകുന്നത്. അതിമനോഹരമായ ഒരു താഴ്വാരമുണ്ട് ഈ സൗത്ത് അമേരിക്കയിൽ. കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വെനിസ്വേലയുടെ തലസ്ഥാന നഗരം കരാക്കാസ്. അതിമനോഹരമായ ആ താഴ്വാരം കൂടി കീഴ്പ്പെടുത്തണം. പക്ഷേ താഴ്വാരം കീഴ്പ്പെടുത്തുന്നത് പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അവിടെ ഒരുപാട് ഗോത്രവർഗ്ഗങ്ങളുണ്ട്, ശക്തരായിട്ടുള്ള ഗോത്രവർഗ്ഗങ്ങൾ. ആ ഗോത്രവർഗ്ഗങ്ങളെ തറപറ്റിക്കണം. പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ടെറൈനാണ്. സ്പെയിൻ പട്ടാളക്കാർക്ക് കാര്യമായിട്ടുള്ള ധാരണയൊന്നുമില്ല അവിടുത്തെ ടെറൈനെ കുറിച്ച്. എന്നാൽ അവിടെ വർഷങ്ങളായിട്ട് ജീവിച്ചു പോകുന്ന ട്രൈബൽസിന് അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും മനഃപ്പാടമാണ്. എവിടെയാണ് അപകടമുള്ള സ്ഥലം, എവിടെയാണ് ഒരു വാരിക്കുഴിയുള്ളത്, എവിടെയാണ് രക്ഷപ്പെടാൻ പറ്റിയ ഒരു ഒളിത്താവളം, എവിടെ ശുദ്ധജലം കിട്ടും, ഇതൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഈ പ്രദേശം ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത് ടാർക്യൂസ് ഗോത്രവും കരാക്കാസ് ഗോത്രവും മാർച്ചസ് ഗോത്രവുമാണ്. ഇവർക്കെല്ലാവർക്കും കൂടി ഒരൊറ്റ തലവനും ഉണ്ടായിരുന്നു. അതാണ് കസീഖുയി ഗുവായി കൈപ്പുറോ. 1546 1567 ഇടയിൽ ഒരുപാട് സ്പാനിഷ് പട്ടാളക്കാർ ഈ വാലി കീഴ്പ്പെടുത്താനായിട്ട് അവിടെ എത്തിച്ചേർന്നു. പക്ഷേ അവിടെ എത്തിയവരാരും പിന്നീട് ജീവനോടെ മടങ്ങിപ്പോയില്ല. ഒരുപാട് സ്പാനിഷ് പട്ടാളക്കാരെ കൊന്നതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ അവർ വാലി ഓഫ് ഡെത്ത് എന്നുകൂടി വിളിക്കാൻ തുടങ്ങി. 1567 സ്പാനിഷ് ഗവർണർ പുതിയൊരു വ്യക്തിയെ അങ്ങോട്ട് അയച്ചു. യുദ്ധത്തിൽ നല്ല തഴക്കവും പഴക്കവും ഒക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് കമാൻഡർ, ഡീഗോ ഡെ ലൊസാഡോ. ലൊസാഡ അതിബുദ്ധിമാനായിട്ടുള്ള ഒരു കമാൻഡറായിരുന്നു. അദ്ദേഹം നേരിട്ട് അങ്ങ് ആക്രമിച്ച് ചെല്ലുകയായിരുന്നില്ല. ആദ്യം ആ ടെറൈൻ നന്നായിട്ട് പഠിക്കുകയാണ് ഉണ്ടായത്. അവിടെയുള്ള ഓരോ ഗോത്രങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആ പഠനത്തിലൂടെ അദ്ദേഹത്തിന് ഒരു കാര്യം വ്യക്തമായി. തങ്ങളെ ആക്രമിക്കുന്നത് 3 ഗോത്രങ്ങൾ മാത്രമാണ്. പക്ഷേ ഈ പ്രദേശത്ത് 3 ഗോത്രങ്ങൾ മാത്രമല്ല ഉള്ളത്. കരാക്കാസിനോട് ചേർന്ന് തന്നെ വേറെയും ഒരുപാട് ഗോത്ര വിഭാഗങ്ങളുണ്ട്. ആ ഗോത്ര വിഭാഗങ്ങൾക്കൊക്കെ കരാക്കാസിലുള്ള ടാർക്വീസ്, കരാക്കാസ്, മറിച്ചേഴ്സ് എന്ന് പറയുന്ന ഗോത്ര വിഭാഗങ്ങളോട് വലിയ പകയുണ്ട്. കുടിപ്പകയാണ്, വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന കുടിപ്പക. ലൊസാഡോ ബുദ്ധിപൂർവം ഈ ട്രൈബൽസിനുമായിട്ടെല്ലാം ഒരു സൗഹൃദമുണ്ടാക്കി. അതായത് കരാക്കാസ് ഭരിക്കുന്ന ആ 3 ട്രൈബൽസിനോട് എതിർപ്പുണ്ടായിരുന്ന മറ്റ് ട്രൈബൽസിനെയാണ് അദ്ദേഹം വശീകരിക്കുന്നത്. അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം കൊടുത്തു, പാത്രങ്ങൾ കൊടുത്തു, ജലം കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് അവരെ വശീകരിക്കുന്നത്. കൂടാതെ ഈ ഗോത്ര വിഭാഗങ്ങൾക്കൊക്കെ കരാക്കാസിലെ ആ 3 ഗോത്രങ്ങളോട് വലിയ പകയുമുണ്ടല്ലോ. സ്പാനിഷുകാരുടെ കയ്യിലാണെങ്കിൽ ആധുനികമായിട്ടുള്ള പല ആയുധങ്ങളുമുണ്ട്. അവരോടൊപ്പം ഞങ്ങൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ വളരെ ഈസിയായി കരാക്കാസ് മേഖല പിടിച്ചടക്കാനും അവരുടെ ശത്രുക്കളെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാനും സാധിക്കും. അങ്ങനെയാണ് സാൻ പെഡ്രോയിലും മക്കാറാവോയിലും വലിയ യുദ്ധങ്ങൾ ആരംഭിക്കുന്നത്. ഒരു ഭാഗത്ത് ട്വെക്വിസ്, കരാക്കാസ്, മറീച്ചസ് ട്രൈബൽ വിഭാഗങ്ങളിലെ പട്ടാളക്കാർ അല്ലെങ്കിൽ അവിടുത്തെ ഗോത്രജനങ്ങൾ, അവരുടെ പ്രാകൃതമായിട്ടുള്ള ആയുധങ്ങൾ. മറുഭാഗത്തുള്ളത് 136ഓളം വരുന്ന സ്പാനിഷ് പട്ടാളക്കാരും 800ഓളം വരുന്ന മറ്റ് ഗോത്ര പട്ടാളക്കാരും അല്ലെങ്കിൽ മറ്റ് ഗോത്ര മനുഷ്യരും. സാൻ പെഡ്രോയിലും മക്കാറോയിലുമായി നടന്നിട്ടുള്ള ആ യുദ്ധങ്ങൾ അത് വളരെ ബ്രൂട്ടലായിട്ടുള്ള യുദ്ധങ്ങളായിരുന്നു. ശരിക്കും രക്തപ്പുഴ തന്നെ അവിടെ ഒഴുകി. ഒടുവിൽ
1567 ജൂലൈ മാസം 25-ാം തീയതി കരാക്കസ് പിടിച്ചടക്കാൻ സ്പാനിഷ് പട്ടാളത്തിനും അവരുടെ സഖ്യകക്ഷികളായിട്ടുള്ള ട്രൈബൽസിനും സാധിച്ചു. ആ പ്രദേശം കീഴടക്കി വെറുതെ അങ്ങ് തിരിച്ചു പോകാനല്ല സ്പാനിഷുകാരെത്തിയത്, അവിടെ ഒരു കോളനി ഉണ്ടാക്കണം. അതിന് അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥാനവും അവർ കണ്ടെത്തി. വറൈറോ റപ്പാനോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ മലയുണ്ട് അവിടെ. ആ മലയോട് ചേർന്ന് അതിൻ്റെ താഴ്വാര മേഖലകളിൽ അതിമനോഹരമായ ഒരു പ്രദേശം. അവിടെ ശുദ്ധജലം ആവശ്യത്തിലധികം കിട്ടുന്നുണ്ട്, കാരണം അതുവഴി ഒരു നദി ഒഴുകുന്നുണ്ട്. കൂടാതെ മനോഹരമായിട്ടുള്ള ഒരു തടാകവുമുണ്ട്. അവിടെയാണ് ആദ്യമായി സ്പാനിഷുകാർ ഒരു സിറ്റി സ്ഥാപിക്കുന്നത്. സമുദ്രമേഖലയിൽ നിന്ന് വേർപെടുത്തുന്ന രീതിയിൽ അതിൻ്റെ ചുറ്റിനുമായി മലകളുള്ളതുകൊണ്ട് കടൽ കൊള്ളക്കാരെ ഭയക്കേണ്ട ആവശ്യമില്ല. അതിമനോഹരമായ ആ പ്രദേശത്തിന് അവർ ഒരു പേര് കൂടി നൽകി. അതാണ് സാന്റിയാഗോ ഡെ ലിയോൺ കരാക്കാസ്, ഇന്നത്തെ കരാക്കാസ് പട്ടണം, വെനിസ്വേലയുടെ തലസ്ഥാന നഗരം. കഴിഞ്ഞ യുദ്ധത്തിൽ കരാക്കാസ് മേഖല ഭരിച്ചിരുന്ന ആ ട്രൈബൽസ് പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടിരുന്നില്ല. അവരുടെ നേതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഗുവായി കൈപ്പുറോ. പക്ഷേ അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല. ഏതോ മേഖലയിലുണ്ട്. അവിടെ ഏതോ ഒരു കുടിലിൽ താമസിച്ചുകൊണ്ട് അദ്ദേഹം പല ഗൊറില്ല യുദ്ധങ്ങളും നടത്തുന്നുണ്ട്. കുറേശ്ശെയായി അവിടെ ഉണ്ടായിരുന്ന പുതുതായി എത്തിച്ചേർന്ന ട്രൈബൽസിനെയും സ്പാനിഷ് പട്ടാളക്കാരെയും വകവരുത്താൻ അദ്ദേഹത്തിൻ്റെ സൈന്യം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇത് സ്പാനിഷ് മേധാവികൾക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയത്. ഒടുവിൽ അനേകം രഹസ്യാന്വേഷണങ്ങളിലൂടെ ഗുവായി കൈപ്പുറയോ താമസിക്കുന്ന ആ ചെറിയ കുടിൽ അവർ കണ്ടെത്തി. ഗുവായി കൈപ്പുറയെയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ ആ കുടിലിൻ്റെ ഉള്ളിൽ തന്നെ ബന്ധിതരാക്കിയതിന് ശേഷം കുടിലിന് അവർ തീയിട്ടു. കഴിഞ്ഞ 10-25 വർഷമായി അനേകം സ്പാനിഷ് പട്ടാളക്കാരും കമാൻഡർമാരും ഒക്കെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യം ഏതാനും ദിവസങ്ങൾ കൊണ്ട് ലൊസാഡോ യാഥാർത്ഥ്യമാക്കി. അദ്ദേഹം ആ പ്രദേശം അടക്കി ഭരിക്കാൻ തുടങ്ങി. പക്ഷേ അദ്ദേഹത്തിന് സന്തോഷപൂർവ്വം അധിക നാൾ അവിടെ ഭരിക്കാൻ കഴിഞ്ഞില്ല. കാരണം പിന്നീട് 2 വർഷം കൂടി മാത്രമേ അദ്ദേഹത്തിന് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം സ്ഥാപിച്ച കരാക്കാസ് എന്ന പട്ടണം പിന്നെയും ഒരുപാട് വർഷം അവിടെ നിലനിന്നു. ഒരുപാട് ഭരണങ്ങൾ അവിടെ ഉണ്ടായി. അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള പൊളിറ്റിക്സ് പരമായിട്ടുള്ള ക്യാപിറ്റലായി കരാക്കാസ് പ്രവർത്തിച്ചു. ഇതൊരു തുടക്കം മാത്രമായിരുന്നു. ലൊസാഡോയ്ക്ക് ശേഷം വന്ന ആളുകൾ പതിയെ സൗത്ത് അമേരിക്കയുടെ ഓരോ ഭാഗങ്ങളും കീഴ്പ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ സൗത്ത് അമേരിക്ക ഏതാണ്ട് പൂർണ്ണമായിട്ടും അവരുടെ കാൽ കീഴിലായി. അത്രയും വലിയ പ്രദേശം സ്പെയിനിന് ഒറ്റയ്ക്ക് ഭരിക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര ചുമതല കൊടുത്തുകൊണ്ട് പ്രത്യേകമായിട്ട് ഒരു വൈസ്രോയിയെ ഇവിടെ പാർപ്പിച്ചു. അദ്ദേഹമാണ് വൈസ്രോയി ഓഫ് പെറു. പക്ഷേ പെറുവിൽ നിന്നുകൊണ്ട് ആ പ്രദേശം മുഴുവൻ ഭരിക്കാൻ വളരെ പ്രയാസമാണ്. സ്വയംഭരണം ഉണ്ടെങ്കിൽ പോലും ശരിക്കും സ്പെയിനിൻ്റെ ഒരു കോളനിയാണല്ലോ. സ്പെയിനിലെ രാജാവ് നൽകുന്ന ഉത്തരവുകളാണ് ഈ പെറുവിലെ വൈസ്രോയി നടപ്പിലാക്കുന്നത്. സ്പെയിനിൽ നിന്ന് വരുന്ന ഉത്തരവുകൾ ആദ്യം കപ്പൽ മാർഗം വെനിസ്വേല മേഖലയിൽ എത്തിച്ചേരും, അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയുടെ കിഴക്കൻ മേഖലയിൽ എത്തിച്ചേരും. പിന്നീട് വേണം അത് അവിടെ നിന്ന് പെറുവിൽ എത്തിച്ചേരാൻ. പെറുവിൽ എത്തിച്ചേർന്നതിന് ശേഷം പിന്നീട് സൗത്ത് അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരും. ശരിക്കും ഇത് വളരെ ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മാർഗമായിരുന്നു. അതേസമയം ഈ കിഴക്കൻ മേഖല സ്വതന്ത്രമായിട്ടുള്ള മറ്റൊരു കോളനിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ, അവിടെ മറ്റൊരു വൈസ്രോയി ഏർപ്പാടാക്കി കഴിഞ്ഞാൽ ഈ കോംപ്ലക്സിറ്റിയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഈ ആശയം സ്പെയിൻ്റെ രാജാവിന് തന്നെ തോന്നി. അങ്ങനെയാണ് അദ്ദേഹം വൈസ്രോയി ഓഫ് പെറുവിൻ്റെ അധികാരം വെട്ടിക്കുറയ്ക്കുന്നത്. 1717 വൈസ്രോയി ഓഫ് പെറു 2ആയിട്ട് പകുത്തപ്പെട്ടു. വൈസ്രോയി ഓഫ് പെറുവും അതുപോലെ ന്യൂ ഗ്രാനഡയിലെ മറ്റൊരു വൈസ്രോയിയും. ന്യൂ ഗ്രാനഡയിലെ മറ്റൊരു വൈസ്രോയിയുടെ അണ്ടറിലാണ് വെനിസ്വേല ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വരുന്നത്. വൈസ്രോയി ഓഫ് ന്യൂ ഗ്രാനഡയുടെ അണ്ടറിലാണ് കൊളംബിയയും ഇക്വഡോറും പനാമയും വെനിസ്വേലയും ഒക്കെ വരുന്നത്. പിന്നീട് കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 1777 കരാക്കാസ്, കുമാന, ഗയാന, മാർഗരീറ്റ തുടങ്ങിയ പ്രദേശങ്ങൾ കൂടി ചേർന്ന് ഒരൊറ്റ രാജ്യമുണ്ടായി. ആ രാജ്യമാണ് വെനിസ്വേല. ആ രാജ്യത്തിന് ഒരു ക്യാപ്റ്റനുണ്ട്, ഒരു കപ്പിത്താനുണ്ട്. ആ ക്യാപ്റ്റൻ്റെ പേര് ശരിക്കും ക്യാപ്റ്റൻ എന്ന് തന്നെയാണ്, ക്യാപ്റ്റൻസി ജനറൽ ഓഫ് വെനിസ്വേല. ക്യാപ്റ്റൻസി ജനറൽമാർ മാറിക്കൊണ്ടേയിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന വളരെ എലൈറ്റായിട്ടുള്ള, അതായത് വളരെ ധനികരായിട്ടുള്ള വെനിസ്വേലിയൻസിന് ഈ ക്യാപ്റ്റൻസിയോട് വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് സ്വയം ഈ പ്രദേശം ഭരിക്കാൻ സാധിക്കുമല്ലോ, അവിടെയുള്ള പാവങ്ങളെ ചൂഷണം ചെയ്യാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് ഇങ്ങനൊരു ക്യാപ്റ്റൻസിയെ ഇവിടെ ആവശ്യമില്ല. ആ ക്യാപ്റ്റൻസിയെ അട്ടിമറിക്കാം. അത് അട്ടിമറിക്കാനായി 1810 ഏപ്രിൽ മാസം 19-ാം തീയതി അവർ ഒരു പദ്ധതി നടപ്പിലാക്കി. അതൊരു വലിയ കലാപമായിരുന്നു. ആ സമയത്തെ സ്പാനിഷ് ക്യാപ്റ്റൻ ജനറലായിരുന്ന വിസൻ്റെ എംബ്രാൻ രാജിവെക്കണം. അതാണ് അവരുടെ ആവശ്യം.
പ്രക്ഷോഭം അങ്ങ് മൂർച്ഛിച്ചപ്പോൾ എമ്പുരാൻ അദ്ദേഹത്തിൻ്റെ കെട്ടിടത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ ടെറസിന് മുകളിൽ കയറി നിന്നു. അവിടെ ഒരുപാട് ആളുകൾ തമ്പടിച്ചിട്ടുണ്ട്. എല്ലാവരും കലാപകാരികളാണ്. അവരുടെ മുൻപിലേക്ക് നടന്നു വന്നതിന് ശേഷം വളരെ വിഖ്യാതമായിട്ടുള്ള, വളരെ വിഷമം കലർന്നിട്ടുള്ള ഒരു പ്രസംഗം അദ്ദേഹം അങ്ങ് കാച്ചിവിട്ടു. എമ്പുരാൻ്റെ ആ പ്രസംഗം കേൾക്കുമ്പോൾ ആളുകൾക്കെല്ലാം അദ്ദേഹത്തോട് സഹതാപം തോന്നുമെന്നും അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ സാധാരണ പ്രജയായി കഴിയാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് പറയുമെന്നാണ് എമ്പുരാൻ ആ ഘട്ടത്തിലൊക്കെ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. എൻ്റെ കീഴിൽ നിങ്ങൾക്ക് പ്രജകളായിട്ട് തുടരുന്നതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ? എതിർപ്പുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പറയാം. എന്ത് മറുപടി കൊടുക്കണമെന്നറിയാതെ ആൾക്കൂട്ടം ഒരു നിമിഷം നിശബ്ദരായി. ആൾക്കൂട്ടത്തിൻ്റെ സ്വഭാവം കുറച്ച് വ്യത്യസ്തമാണ്. കൂട്ടത്തിലുള്ള ആളുകൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെ ആൾക്കൂട്ടവും പെരുമാറും. കൂട്ടത്തിലുള്ളവർ കൂവുകയാണെങ്കിൽ ആൾക്കൂട്ടവും കൂവും. അവർ കല്ല് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കൂട്ടവും കല്ല് വലിച്ചെറിയും. ആ ഒരു നിമിഷം അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ആ നിമിഷത്തിൽ ഒരു ഇടപെടലുണ്ടായി. ഒരു ചിലിയൻ പുരോഹിതനായ കാനൻ ജോസ് കോർട്ടസ് അദ്ദേഹം ഒരു ആംഗ്യം കാണിച്ചു. അവിടെ ഉണ്ടായിരുന്ന സകല ജനങ്ങളും അത് ഏറ്റുപറഞ്ഞു. ഞങ്ങൾക്ക് നിങ്ങളെ ആവശ്യമില്ല. അതൊരു വലിയ ശബ്ദമായി അവിടെ മുഴുവനും മുഴങ്ങിക്കേട്ടു. വിൻസെൻ്റ് എമ്പുരാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ അയാൾ ഒന്ന് കുഴഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ പക്കൽ വേറെ മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്കും നിങ്ങളെ വേണ്ട. ഒട്ടും വൈകാതെ തന്നെ വിൻസെൻ്റ് എമ്പുരാൻ നേരെ സ്പെയിനിലേക്ക് മടങ്ങിപ്പോയി. വെനീറ്റ്സുല ആദ്യമായി ഒരു സ്വതന്ത്ര രാജ്യമായി മാറി. അവർക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി. ഈ കാലഘട്ടത്തിലും അവർ അവരുടെ ഇൻഡിപെൻഡൻസ് ഡേ ആയി ആഘോഷിക്കുന്നത് ഇതേ ദിവസമാണ്. പിന്നീട് അവർ റിപ്പബ്ലിക് ആകുന്നുണ്ട്, അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അവിടെ ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ നേതാക്കന്മാർ എത്തിച്ചേരുന്നുമുണ്ട്. പക്ഷേ സമാധാനത്തോടു കൂടി ആ രാജ്യം പിന്നീട് ഒരിക്കലും മുന്നോട്ട് പോയില്ല. അവിടെ എല്ലായ്പ്പോഴും പ്രശ്നങ്ങളായിരുന്നു. ഇനിയുള്ള അവരുടെ ചരിത്രം പ്രശ്നങ്ങളുടെ ചരിത്രമാണ്. ജനാധിപത്യമായാലും ഇൻഡിപെൻഡൻസ് ആയാലും സമാധാനത്തോടു കൂടി അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. വെനസ്വേല മാത്രമല്ല, ഇത്തരത്തിൽ അനേകം രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ തീർത്തും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയാണ്. ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലെ ഇന്ത്യയുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥ എന്തായിരുന്നു, സാമ്പത്തികപരമായിട്ടുള്ള അവസ്ഥ എന്തായിരുന്നു, ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എന്തായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് വലിയ രീതിയിൽ പുരോഗതി കൈവരിക്കാൻ നമ്മുടെ രാജ്യത്തിന് ഇത്രയും വർഷങ്ങൾ കൊണ്ട്, കഴിഞ്ഞ 75 വർഷങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അത് എല്ലാ രാജ്യങ്ങൾക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇന്ത്യയെപ്പോലെ തന്നെ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവയുടെയൊക്കെ അവസ്ഥ വളരെ ദാരുണമായിരുന്നു. ജനാധിപത്യം അവിടെ അക്ഷരാർത്ഥത്തിൽ കൊല ചെയ്യപ്പെട്ടു. മ്യാൻമാറും തായ്ലൻഡും ഈജിപ്തും മാലിയുമൊക്കെ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളുടെ ഏതാനും ഉദാഹരണങ്ങൾ മാത്രമാണ്. ആ രാജ്യങ്ങളെ വെച്ച് താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം തീർത്തും സമാധാനപരമായിട്ടുള്ള വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു രാജ്യമായിരുന്നു. ഇപ്പോഴും ആ രീതിയിൽ തന്നെ അത് തുടർന്നു പോകുന്നു. പല ആളുകളും രാജ്യത്തെ കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ കുറ്റം പറയുമ്പോൾ മറ്റുള്ള ജനാധിപത്യ രാജ്യങ്ങളിലേക്ക് നമ്മളൊന്ന് നോക്കണം. അവിടുത്തെ അവസ്ഥ എത്രമാത്രം മോശമാണെന്ന് നമ്മൾ നോക്കണം. ആ കാര്യങ്ങളൊക്കെ ശരിക്കും ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സൗഭാഗ്യങ്ങളിലേക്കാണ്. വെനിസ്വേല അതിൻ്റെ ഒരു ഉദാഹരണമാണ്. വെനിസ്വേലയുടെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ രാജ്യം എത്രമാത്രം മികച്ച രാജ്യമാണെന്ന് ഉള്ള ഒരു ബോധ്യം കൂടി നമുക്കുണ്ടാകും. വെനിസ്വേലയുടെ തുടർന്നുള്ള ചരിത്രത്തിലേക്ക് നമുക്ക് കടക്കാം. സ്വാതന്ത്ര്യം കിട്ടി, പക്ഷേ ഒട്ടും തന്നെ സ്റ്റേബിളല്ല. അടുത്ത 10 വർഷത്തിനിടയിൽ 2 തവണയാണ് സർക്കാർ നിലം പൊത്തിയത്. സ്പെയിനും വെറുതെ ഇരുന്നില്ല. അവരുടെ കോളനി ആയിരുന്നല്ലോ, ആ പ്രദേശം അവർക്ക് വീണ്ടും പിടിച്ചെടുക്കണം. അതിൻ്റെ ഭാഗമായി 1812 സ്പെയിൻ ഒരു വലിയ ആർമിയെ ഇങ്ങോട്ട് അയച്ചു. പിന്നീടൊരു 10-12 വർഷം ഇവിടെ തുടർച്ചയായിട്ടുള്ള യുദ്ധമായിരുന്നു. യുദ്ധം കാരണം അവിടുത്തെ സമാധാനം അപ്പാടെ നഷ്ടപ്പെട്ടു. വെനിസ്വേലയെ രക്ഷപ്പെടുത്താൻ ശക്തനായിട്ടുള്ള ഒരു നേതാവ് അത്യാവശ്യമായിരുന്നു. അങ്ങനെ അത്യാവശ്യമായ കാലഘട്ടത്തിൽ ഒരു നേതാവ് ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ പേരാണ് സൈമൺ ബൊളീവർ. അദ്ദേഹം വളരെ ധീരനായിട്ടുള്ള ഒരു കമാൻഡർ കൂടിയായിരുന്നു. ഒരുപാട് യുദ്ധങ്ങൾ ഏർപ്പെടേണ്ടി വന്നു. കാരണം നിരന്തരമായിട്ടുള്ള യുദ്ധമാണ് ആ കാലഘട്ടങ്ങളിൽ. ആഭ്യന്തരമായിട്ടുള്ള കലാപങ്ങളുണ്ട്, അതിനു പുറമേ സ്പാനിഷുകാരുടെ ഇടപെടലുണ്ട്, അവരുടെ ആക്രമണമുണ്ട്. ചുറ്റുവട്ടം മുഴുവനും സ്പാനിഷുകാരാണ്. കൊളംബിയയിലുണ്ടായിരുന്ന സ്പാനിഷ് പട്ടാളക്കാരെ ഞെട്ടിച്ച ഒരു സംഭവമുണ്ട്.
നല്ല തണുപ്പുള്ള ആൻഡീസ് മലനിരകളുടെ മുകളിലൂടെ അദ്ദേഹം സൈമൺ ബൊളീവർ ഒരു വലിയ സേനയുമായിട്ട് വന്നു. ഒരിക്കലും അത്തരത്തിലുള്ള ഒരു സൈന്യം അവിടെ എത്തിച്ചേരുമെന്ന് സ്പാനിഷ് പട്ടാളക്കാർ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്. അത്രയും കൊടും തണുപ്പിൽ അദ്ദേഹം ഒരു സൈന്യമായിട്ട് അവിടെ എത്തിച്ചേർന്നു എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന സ്പാനിഷ് പട്ടാളത്തെ തറ പറ്റിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം ശരിക്കും അദ്ദേഹം യാഥാർത്ഥ്യമാക്കി. ഗ്രാൻഡ് കൊളംബിയ, വെനിസ്വേലയും കൊളംബിയയും ഇക്വഡോറും പനാമയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വലിയ രാജ്യം. ആ യുദ്ധം വിജയിച്ചതോടുകൂടി സ്പാനിഷുകാരെന്ന ശല്യം ഇല്ലാതെ ആയില്ല. അവർ പല മേഖലകളിലുമുണ്ട്. സൗത്ത് അമേരിക്കയിൽ പല മേഖലകളിൽ നിന്ന് അവർ വെനിസ്വേലയെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് 1821 ജൂൺ മാസം 24 ബാറ്റിൽ ഓഫ് ഖറാബോ എന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു യുദ്ധം നടക്കുന്നത്. ഒരു വശത്ത് സ്പാനിഷ് സൈന്യമാണ്, മറുവശത്തുള്ളത് സൈമൺ ബൊലീവറും അദ്ദേഹത്തിൻ്റെ സൈനികരും. വെറും 1 മണിക്കൂറാണ് ആ യുദ്ധം നടന്നത്. ആ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് സൈമൺ ബൊലീവറിന് സ്പാനിഷ് സേനയെ തകർക്കാൻ സാധിച്ചു. സൈമൺ ബൊലീവറിൻ്റെ കാലഘട്ടത്തിൽ വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു ഭരണമാണ് വെനിസ്വേലയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ എക്കാലഘട്ടത്തിലും സൈമൺ ബൊലീവറിന് ഭരിക്കാൻ കഴിയില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞതോടുകൂടി വീണ്ടും പ്രശ്നങ്ങൾ തലപൊക്കി തുടങ്ങി. പ്രധാനപ്പെട്ട വെല്ലുവിളി ഗ്രാൻഡ് കൊളംബിയയുടെ വലിപ്പമാണ്. അതൊരു വലിയ രാജ്യമാണല്ലോ. ആ വലിയ രാജ്യത്തിന് ഒറ്റയ്ക്ക് നിൽക്കാൻ, ഒന്നിച്ച് പോരാടാൻ സാധിക്കുമായിരുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കൾച്ചർപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ പല ട്രൈബൽസിനും പല വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളാണുള്ളത്. ഇതെല്ലാം തമ്മിൽ പരസ്പരം കോൺട്രാഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് രാജ്യം വീണ്ടും പല കഷ്ണങ്ങളായി മുറിഞ്ഞു മാറാൻ തുടങ്ങി. ഇവിടെയാണ് നമ്മൾ വീണ്ടും ഇന്ത്യയെക്കുറിച്ച് ആലോചിക്കേണ്ടത്. ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. ജനസംഖ്യയായിട്ട് നോക്കിക്കഴിഞ്ഞാലും, കൾച്ചർ ഡൈവേഴ്സിറ്റി നോക്കിക്കഴിഞ്ഞാലും, വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾ നോക്കിക്കഴിഞ്ഞാലും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള കുറേയധികം പ്രദേശങ്ങളുടെ ഒരു കോമ്പിനേഷനാണ്. പക്ഷേ എന്നിട്ടും 75 വർഷമായി ഇന്ത്യ ഇപ്പോഴും വളരെ സ്റ്റേബിളായി നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യമാണ്. എന്നാൽ ഗ്രാൻഡ് കൊളംബിയ അങ്ങനെ ആയിരുന്നില്ല. അവിടുത്തെ ജനങ്ങളും അവിടുത്തെ നേതാക്കന്മാരും ഇന്ത്യക്കാരെ പോലെ ആയിരുന്നില്ല. അവർ കുറച്ചുകൂടെ വ്യത്യസ്തമായിരുന്നു. അവർക്ക് ഒന്നിച്ചു പോകാൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്ന് 1830 ഗ്രാൻഡ് കൊളംബിയ പൂർണ്ണമായിട്ടും തകർന്ന് ഇല്ലാതെയായി. വെനിസ്വേലയുടെ മേഖല പിന്നീട് ഭരിക്കുന്നത് ജോസ് അന്റോണിയോ പയസ് എന്ന പുതിയ പ്രസിഡൻ്റാണ്. പുതിയ പ്രസിഡൻറ്റിൻ്റെ കീഴിൽ പുതിയ രാജ്യത്തിൻ്റെ രൂപത്തിൽ അവിടെ ഭരണം ഒട്ടും സ്റ്റേബിളായിരുന്നില്ല. പിന്നെയും ആഭ്യന്തര കലാപങ്ങൾ. പണമുള്ളവനും പണമില്ലാത്തവനും തമ്മിലാണ് ഇപ്പോഴത്തെ തർക്കം. ഒരു ഭാഗത്തുള്ളത് കൺസർവേറ്റീവ്സാണ്, അവരുടെ കയ്യിൽ പണമുണ്ട്. മറുഭാഗത്തുള്ളത് ലിബറൽസാണ്. ലിബറൽസിൻ്റെ ലക്ഷ്യം പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. രണ്ട് കൂട്ടരും തമ്മിൽ നല്ല വഴക്കാണ്. 1859 വളരെ തീവ്രമായിട്ടുള്ള ഒരു വർഗീയ കലാപത്തിലേക്ക് ഈ വഴക്ക് മാറി. അതിലൂടെ അനവധി ആളുകളാണ് കൊല്ലപ്പെട്ടത്. ലിബറൽസിനെ നയിക്കാനായിട്ടുണ്ടായിരുന്നത് എറിക്വൽ സമോറോ എന്ന ശക്തനായിട്ടുള്ള ഒരു നേതാവാണ്. 5 വർഷക്കാലം പിന്നീട് ആ യുദ്ധം നീണ്ടു നിന്നു. ആ യുദ്ധത്തിനൊടുവിൽ വിജയിക്കുന്നത് ലിബറൽസാണ്. രാജ്യം അങ്ങനെ ഒരു ഫെഡറൽ സിസ്റ്റമായിട്ട് മാറി. 1870 വീണ്ടും സർക്കാർ വീണു. ഒരു വലിയ അട്ടിമറി നടന്നു. പുതിയ ഭരണാധികാരി അധികാരത്തിൽ വന്നു. ഇത്തവണ അധികാരത്തിൽ വന്നത് ഒരു ഡിക്റ്റേറ്ററായിരുന്നു, ഒരു ഏകാധിപതിയായിരുന്നു, അന്റോണിയോ ഗുസ്മാൻ ബ്ലാങ്കോ. അദ്ദേഹം പാരീസിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം രാജ്യമായ വെനിസ്വേലയുടെ തലസ്ഥാനം കരാക്കസ് പാരീസ് പോലെ അതിമനോഹരമാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിൻ്റെ ഭാഗമായി ആ പ്രദേശത്ത് വിവിധ മേഖലകളിലായി അനേകം ഗ്രാൻഡ് തിയേറ്ററുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. വലിയ വലിയ കെട്ടിടങ്ങൾ, ലക്ഷറിയസ് ആയിട്ടുള്ള പല സ്ഥാപനങ്ങളും അവിടെ ആരംഭിച്ചു. പക്ഷേ അദ്ദേഹം ഒരു ഡിക്റ്റേറ്ററായിരുന്നു. അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും ഒരു ചെറു വിരൽ അനക്കിക്കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് സഹിക്കാൻ സാധിക്കില്ല. അവരെ ക്രൂരമായി പിന്തുടർന്ന് അദ്ദേഹം വകവരുത്തും. രഹസ്യ പോലീസിനെയും ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ഏർപ്പാടാക്കി. അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു നീക്കം രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിലുണ്ടെങ്കിൽ ഈ രഹസ്യ പോലീസ് അദ്ദേഹത്തിൻ്റെ ചെവിയിലെത്തിക്കും. പിന്നീടുണ്ടാകുന്ന ഇമ്പാക്റ്റ് അത് അതിഭീകരമാണ്. വളരെ മൃഗീയമായി, വളരെ മോശമായിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന ഓരോ ജനങ്ങളെ, ഓരോ സിറ്റിസനെയും അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. അന്റോണിയോ ഗുസ്മാൻ ബ്ലാങ്കോയുടെ കാലഘട്ടത്തിന് തൊട്ട് മുൻപ് വരെ കാത്തലിക് ചർച്ചിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അവർ പറയുന്ന പല കാര്യങ്ങളും ആ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഭരണാധികാരികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ അന്റോണിയോയ്ക്ക് ഇതിനോടൊന്നും ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം കാത്തലിക് ചർച്ചിൻ്റെ സകല അധികാരങ്ങളും വെട്ടിക്കുറച്ചു.
1899 ആയപ്പോൾ മറ്റൊരു അട്ടിമറി കൂടി നടന്നു. ഇത്തവണ അട്ടിമറിച്ചത് ആൻഡീസ് മലനിരകളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വിഭാഗം ആളുകളായിരുന്നു. അക്കൂട്ടത്തിൽ വളരെ ചുറുചുറുപ്പുള്ള അനേകം നേതാക്കന്മാരുണ്ടായിരുന്നു. അവരുടെ ലീഡർഷിപ്പിൻ്റെ മികവിലാണ് ഇവർക്ക് അട്ടിമറിക്കാൻ സാധിച്ചത്. അട്ടിമറിക്കുകയും പിന്നീടുള്ള 60 വർഷക്കാലം ആ പ്രദേശം അടക്കി ഭരിക്കുകയും അവർ ചെയ്തു. ഈ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരി ജുവാൻ വിൻസെൻ്റ് ഗോമസ് ആണ്. അദ്ദേഹം അധികാരത്തിലേറുന്നത് 1908 പിന്നീടുള്ള 27 വർഷക്കാലം വിൻസെൻ്റ് ഗോമസിൻ്റെ അണ്ടറിലായിരുന്നു വെനിൻസുല. മുമ്പുണ്ടായിരുന്ന ഡിക്റ്റേറ്റർ ചെയ്തിട്ടുള്ളതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ ഇദ്ദേഹവും ആവർത്തിച്ചു. ക്രൂരതയ്ക്ക് അദ്ദേഹത്തിനൊരു പഞ്ഞവും ഉണ്ടായിരുന്നില്ല. ക്രൂരത കണ്ട് ആസ്വദിക്കുന്നതിലും വിൻസെൻ്റ് ഗോമസ് മിടുക്കനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. ആദ്യമായി വെനിസ്വേലയുടെ മണ്ണിൽ നിന്നും എണ്ണ ഖനനം ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിക്കപ്പെട്ടു. 1914 സുമാക്യു 1 കിണറിൽ നിന്നാണ് എണ്ണ കണ്ടെത്തിയത്. കുറേ കൂടെ ശക്തമായിട്ടുള്ള എണ്ണയുടെ സാന്നിധ്യം കിട്ടുന്നത് പിന്നെയും കുറച്ച് വർഷം കഴിഞ്ഞ് 1922 ബൊറോസോ 2 എണ്ണക്കിണറിൽ പണി നടക്കുകയായിരുന്നു. ആ പണിക്കിടയിൽ അവിടെ നിന്നും മുകളിലേക്ക് ശക്തമായ വേഗതയിൽ എണ്ണ കുതിച്ചുയരാൻ തുടങ്ങി. അത് 1-2 ദിവസം കൊണ്ടൊന്നും അവസാനിച്ചില്ല. കുറേയധികം ദിവസങ്ങളോളം ആകാശത്തേക്ക് എണ്ണ ഉയർന്നുകൊണ്ടേയിരുന്നു. അതിനുശേഷമാണ് ഒന്ന് ശമിച്ചത്. വെനിസ്വേലയുടെ തലവര മാറാൻ പോകുന്നുവെന്ന് ആ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളൊക്കെ ചിന്തിച്ചു. കാരണം എണ്ണയാണ് അവൻ്റെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നത്. എണ്ണ ഖനനം ചെയ്തു തുടങ്ങുന്ന കാലഘട്ടം കൂടിയാണ്. എണ്ണ ആരുടെ ഒപ്പമുണ്ടോ ആ രാജ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള രാജ്യങ്ങളായി മാറേണ്ട ഒരു കാലഘട്ടം. 1935 വിൻസെൻ്റ് ഗോമസ് കൊല്ലപ്പെട്ടു. പിന്നെ വീണ്ടും കലാപമായി. ആരാണ് അടുത്തതായി വെനിസ്വേല ഭരിക്കാൻ പോകുന്നത്? വലിയൊരു കൂട്ടം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ജനാധിപത്യത്തെയാണ്. ജനാധിപത്യത്തിലൂടെ ഒരാൾ അധികാരത്തിൽ വരണം. പക്ഷേ അതും അത്ര എളുപ്പമൊന്നുമല്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ജനാധിപത്യത്തെ എതിർക്കാനായി വേറെയും കുറേ ആളുകളുണ്ട്. അവർക്കൊക്കെ വെനിസ്വേലയെ അടക്കി ഭരിക്കണം. അങ്ങനെ ആ കലാപങ്ങളൊക്കെ കുറച്ചധികം വർഷം നീണ്ടു നിന്നു. 1948 ഒടുവിൽ ജനാധിപത്യത്തിലൂടെ ഒരു പ്രസിഡന്റ് അവിടെ ഉണ്ടാകുന്നത്, ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്നത്. അന്ന് ഇലക്ഷനിലൂടെ അധികാരത്തിൽ എത്തുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു നോവലിസ്റ്റായിരുന്നു, റൊമോലു ഗലേഗോസ്. പക്ഷേ അദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനത്ത് അധിക നേരം ഇരിക്കാൻ കഴിഞ്ഞില്ല. മിലിറ്ററിക്ക് ഇതിനോടൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. മിലിറ്ററിയും പ്രസിഡൻറ്റും ഒന്നും ഒരുമിച്ചല്ല പല രാജ്യങ്ങളിലും മുന്നോട്ട് പോകുന്നത്. പ്രസിഡൻറ്റിന് മിലിറ്ററിയെ കണ്ടുകൂടാ, മിലിറ്ററിക്ക് പ്രസിഡൻറ്റിനെ കണ്ടുകൂടാ. വെനിസ്വേലയിലും ആ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയായിരുന്നു അവസ്ഥ. മിലിറ്ററിക്ക് ഇങ്ങനൊരാൾ പ്രസിഡൻ്റ് ആകുന്നതിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മിലിറ്ററി പ്രസിഡൻറ്റിനെ അറസ്റ്റ് ചെയ്ത് ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. പിന്നീട് 4 വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 1952 വെനിസ്വേലയുടെ അധികാര കസേരയിലേക്ക് മറ്റൊരു ഡിക്റ്റേറ്റർ കൂടി, അല്ലെങ്കിൽ ഒരു ഏകാധിപതി കൂടി വന്നിരുന്നു. അദ്ദേഹമാണ് മാർക്കോസ് പെരസ്. മാർക്കോസ് പെരസിൻ്റെ കാലഘട്ടത്തിൽ വെനിസ്വേലയിൽ അത്യാവശ്യം പണമുണ്ട്. കാരണം അവർ ധാരാളമായി എണ്ണപ്പാടങ്ങളിലൂടെ എണ്ണ ഖനനം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഫോറിൻ മണി ധാരാളമായി വെനിസ്വേലയിൽ ഒഴുകിയെത്തി. കയ്യിൽ ഇഷ്ടം പോലെ പണമാണ്. ആ പണമൊക്കെ അദ്ദേഹം രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് പാലങ്ങൾ പണിയുന്നു, റോഡുകൾ പണിയുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എല്ലാം വികസിപ്പിക്കുന്നു. ലക്ഷറിയസ് ആയിട്ടുള്ള പല ഹോട്ടലുകളും കെട്ടിടങ്ങളുമൊക്കെ ഈ കാലഘട്ടത്തിൽ നിർമ്മിച്ചു. അതിൻ്റെ അർത്ഥം അദ്ദേഹം മികച്ചൊരു ഭരണാധികാരിയായിരുന്നു എന്നല്ല, ഒരു ഏകാധിപതിയായിരുന്നു. രാജ്യത്ത് ഒരുപാട് കെട്ടിടങ്ങളൊക്കെ വന്നെങ്കിൽ പോലും അവിടെയുള്ള ആളുകളൊക്കെ ഭയന്നാണ് ജീവിച്ചത്. ഇദ്ദേഹത്തിനും സീക്രട്ട് പോലീസുകളുണ്ടായിരുന്നു. സീക്രട്ട് പോലീസിലൂടെ അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ പോലും അദ്ദേഹം കൃത്യമായിട്ട് ഇടപെട്ട് അവരെയൊക്കെ കൊന്നുകളയും. ആളുകൾ സഹിക്കുന്നതിലൊരു പരിധിയുണ്ടല്ലോ. ആ പരിധി കഴിഞ്ഞപ്പോൾ ആളുകൾ കലാപത്തിന് ആഹ്വാനം ചെയ്തു. ജനങ്ങൾ ഒറ്റയ്ക്കല്ല, ജനങ്ങളോടൊപ്പം തന്നെ നല്ലൊരു വിഭാഗം പട്ടാളക്കാരും ഉണ്ടായിരുന്നു. കാരണം അവരും മാർക്കോസ് പെരസിൻ്റെ ഈ ക്രൂരമായിട്ടുള്ള നടപടികളിൽ അസ്വസ്ഥരായിരുന്നു. ഈ 2 കൂട്ടരും കൂടി ചേർന്നപ്പോൾ അവിടെ വലിയൊരു കലാപം നടന്നു. കലാപം ഉണ്ടായപ്പോൾ മാർക്കോ പെരസിന് ഒരു കാര്യം ബോധ്യമായി. ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല, നിന്ന് കഴിഞ്ഞാൽ എൻ്റെ അസ്ഥി പോലും ബാക്കി കിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഇനി ഇവിടെ ഒരു കലാപം ഉണ്ടാകാൻ പാടില്ല. ശരിക്കുമുള്ള ഒരു ജനാധിപത്യ രാജ്യമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അതിൻ്റെ ഭാഗമായി ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 3 രാഷ്ട്രീയ പാർട്ടികൾ കൂടിച്ചേർന്ന് ഒരു മീറ്റിംഗ് നടത്തി. AD, URD, കോപ്പൽ തുടങ്ങിയ പാർട്ടികളാണ്. അവരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പാക്റ്റിൽ സൈൻ ചെയ്തു, പുണ്ടോ ഫിജോ പാക്റ്റ്.
ഈ പാക്റ്റ് അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തും. ആ തെരഞ്ഞെടുപ്പിൽ ആരാണോ വിജയിക്കുന്നത് അവരെ പൂർണ്ണമായിട്ടും ഭരിക്കാൻ അനുവദിക്കും. 1960കളിൽ ശരിക്കും സമാധാനപരമായിട്ടുള്ള ഒരു വെനിസ്വേലയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സമാധാനമുണ്ടെന്ന് മാത്രമല്ല, അവർ സൗദിയുമായിട്ട് ചേർന്ന് ഒപെക് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ടാക്കി. എണ്ണ ഖനനം ചെയ്തെടുക്കുന്ന രാജ്യങ്ങളുടെ സംഘടന. ആ സംഘടനകൾക്ക് തീരുമാനിക്കാം എണ്ണ ഏത് വിലയ്ക്ക് വിൽക്കണമെന്ന്. അതായത് ഇവർക്കെല്ലാവർക്കും കൂടെ ചേർന്നിട്ട് എണ്ണയുടെ വില അങ്ങ് കൂട്ടാം, ആ കൂട്ടിയ വില വിൽക്കാം. ഉയർന്ന വിലയിൽ എണ്ണ വിൽക്കാൻ തുടങ്ങിയതോടുകൂടി വെനിസ്വേലയുടെ ഗതി തന്നെ മാറി. സൗദിയും ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഒരു വലിയ സാമ്പത്തിക ശക്തിയായി വികസിക്കുന്നത്. സൗദിയെപ്പോലെ തന്നെ വെനിസ്വേലയും ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ഈ കാലഘട്ടത്തിൽ വളർന്നു തുടങ്ങി. ആ കാലഘട്ടത്തിൽ രാജ്യം ഭരിക്കുന്നത് കാർലോ പെറസാണ്. PDVSA എന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ് ആ കാലഘട്ടത്തിൽ വെനിസ്വേലയിലെ എണ്ണ ഖനനം ചെയ്തെടുത്ത് വിൽക്കുന്നത്. എണ്ണയുടെ വില കൂടുമ്പോൾ ശരിക്കും ഏറ്റവും കൂടുതൽ സാമ്പത്തികം ഉണ്ടാക്കാൻ സാധിക്കുന്നത് PDVSAയ്ക്കാണ്. അതുകൊണ്ട് തന്നെ വെനിസ്വേല PDVSAയെ നാഷണലൈസ് ചെയ്തു. അത് രാജ്യത്തിൻ്റെ സ്വന്തം സ്ഥാപനമാക്കി മാറ്റിയെടുത്തു. അതോടുകൂടി പണം നേരിട്ട് സർക്കാരിന് ലഭിക്കാൻ തുടങ്ങി. 1976ലാണ് ഈ ഒരു നീക്കം നടക്കുന്നത്. അതിനുശേഷം കൂടുതലായി പണം സർക്കാരിൽ വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സർക്കാരിന് ചെയ്യാനും സാധിച്ചു. വിദ്യാഭ്യാസത്തിനാണ് പ്രധാനമായിട്ടും ഊന്നൽ കൊടുത്തത്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു, സ്കൂളുകൾ ആരംഭിച്ചു, കോളേജുകൾ ആരംഭിച്ചു. ആ കോളേജുകൾ പഠിക്കാനുള്ള പണമില്ലാത്തവർക്ക് വേണ്ടി പ്രത്യേകമായി സ്കോളർഷിപ്പും അവർ അറേഞ്ച് ചെയ്തു. അങ്ങനെ സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു സ്റ്റേജിലൂടെ വെനിസ്വേല കടന്നുപോയി. വെനിസ്വേലയിലുണ്ടായിരുന്ന പല ആളുകളുടെയും കയ്യിൽ വലിയ അളവിലാണ് പണം കുമിഞ്ഞുകൂടുന്നത്. സാധാരണക്കാർക്ക് പോലും അത്യാവശ്യം പണമുള്ള കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഇവർ ഇടയ്ക്കിടയ്ക്കൊക്കെ ഷോപ്പ് ചെയ്യാനായിട്ട് അമേരിക്കയിലെ ഒരു സ്റ്റേറ്റായ മയാമിയിലേക്ക് പോകും. വെറുതെ ഷോപ്പ് ചെയ്തതിന് ശേഷം സാധനങ്ങളൊക്കെ മേടിച്ച് അവർ തിരികെ അവരുടെ വെനിസ്വേലയിൽ എത്തിച്ചേരും. അവർക്ക് അവിടെ എത്തി അവിടുത്തെ ഒരു പൗരനായിട്ട് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കേണ്ട ഒരാവശ്യവുമില്ല. കാരണം ഈ 1970കളുടെ കാലഘട്ടത്തിൽ അമേരിക്കയെക്കാളും സാമ്പത്തികമായിട്ട് ഒരു പടി മുന്നിൽ നിൽക്കുന്നത് വെനിസ്വേലയായിരുന്നു. എല്ലാത്തിനും ഒരു അന്ത്യമുണ്ട്. 1983 ഫെബ്രുവരി മാസം 18 അതൊരു വെള്ളിയാഴ്ച ദിവസമാണ്. ആ വെള്ളിയാഴ്ച ദിവസം അറിയപ്പെടുന്നത് കറുത്ത വെള്ളിയാഴ്ച അല്ലെങ്കിൽ ബ്ലാക്ക് ഫ്രൈഡേ എന്ന പേരിലാണ്. കാരണം ഷെയർ മാർക്കറ്റ് ഒരൊറ്റ രാത്രി കൊണ്ട് കൂപ്പുകുത്തി. വെനിസ്വേലയുടെ ഔദ്യോഗിക കറൻസിയായ ബൊളീവർ തകർന്നടിഞ്ഞു. ആളുകളുടെ കയ്യിലെല്ലാം പണമുണ്ട്, പക്ഷേ ആളുകളുടെ കയ്യിലിരിക്കുന്ന പണമെല്ലാം ബൊളീവറാണ്. ആ ബൊളീവറിന് മൂല്യമില്ലാതെയായി. ഒരു ദിവസം നേരം വെളുത്തപ്പോൾ കയ്യിലുള്ള പണത്തിന് മൂല്യമില്ല. സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളാണ് വെനിസ്വേല ഈ ഘട്ടങ്ങളിൽ നേരിടുന്നത്. ആളുകളുടെ ഒരുപാട് പൈസയുണ്ട്. ആ ഒരുപാട് പൈസയുമായി ആളുകൾ വലിയ വലിയ ക്യൂകളുടെ പിൻഭാഗത്തായിട്ട് നിൽക്കുന്നു. സാധനങ്ങൾ മേടിക്കണം, നിത്യോപയോഗത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ആ സാധനങ്ങൾക്ക് പോലും അവർക്ക് ചാക്ക് കണക്കിന് ബൊളീവർ കൊടുക്കേണ്ട ദാരുണമായിട്ടുള്ളൊരവസ്ഥയാണ്. അതിൻ്റെ കാരണം ആ രാജ്യത്തിലെ സർക്കാരിൻ്റെ കെടുകാര്യാവസ്ഥ തന്നെയാണ്. ആ രാജ്യത്തിൽ ധാരാളമായി പണം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ആ പണം സ്റ്റേബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ഒരു സ്റ്റോക്ക് മാർക്കറ്റ് തകർച്ചയെ അതിജീവിക്കാൻ സാധിക്കണമെങ്കിൽ ആ രാജ്യം അതിന് തക്കതായിട്ടുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കണം, തക്കതായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. വെനിസ്വേലയിൽ അങ്ങനെയുള്ള നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ തകർച്ചയിൽ നിന്ന് പിന്നീട് അവർക്ക് കരകയറാനും കഴിഞ്ഞില്ല. 1989 ആയപ്പോഴേക്കും കടം മേടിക്കാതെ സർക്കാരിന് ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയായി. ആരുടെ കയ്യിൽ നിന്ന് കടം മേടിക്കും? പണ്ടത്തെ കാലഘട്ടം പോലെയല്ല. ഇപ്പോൾ കടം തരാനായിട്ട് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുകളുണ്ട്. IMFനെ കോൺടാക്റ്റ് ചെയ്തു. IMFനെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ അവർ ചില വ്യവസ്ഥകളൊക്കെ മുന്നോട്ട് വെച്ചു. ആ വ്യവസ്ഥ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന പണം തരാം. വ്യവസ്ഥയിൽ ഒന്ന്, ഗ്യാസോളിൻ ഇപ്പോൾ കുറഞ്ഞ വിലയിലാണ്. അതായത് നമ്മുടെ പെട്രോൾ കുറഞ്ഞ വിലയിലാണ് വെനിസ്വേലയിൽ വിൽക്കുന്നത്. സ്വാഭാവികമാണ്. കാരണം അവിടെ തന്നെ അവർ ഖനനം ചെയ്തെടുക്കുന്ന അവരുടെ സ്വന്തം പ്രോഡക്റ്റാണല്ലോ. അതിൻ്റെ വില കൂട്ടണം. പിന്നെ ബസ്സിൻ്റെ ബസ് ഫെയറുകൾ വളരെ കുറവാണ്. കാരണം ഈ ബസ്സൊക്കെ ഓടുന്നത് ആ ഗ്യാസോളിൻ ഉപയോഗിച്ചിട്ടാണ്. അതിന് വിലക്കുറവായതുകൊണ്ട് തന്നെ ബസ് ഫെയറും വളരെ കുറവാണ്. ബസ് ഫെയറിൻ്റെയും നിരക്ക് കൂട്ടണം. IMFൻ്റെ ഈ ആവശ്യങ്ങൾ മുൻനിർത്തി സർക്കാർ ഗ്യാസോളിൻ്റെ വില കൂട്ടി, അതുപോലെ ബസ് ഫെയറും കൂട്ടി. ഇത് കൂട്ടിയപ്പോഴേക്കും ശരിക്കും നട്ടം തിരിയുന്നത് ജനങ്ങളാണ്. ഗ്യാസോളിൻ്റെ വില കൂടുക എന്ന് പറഞ്ഞാൽ ആ ഗ്യാസോളിന് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ട്രക്കുകളുടെ ചാർജ് കൂടുന്നു എന്നാണ്. ആ ട്രക്കുകളിലൂടെ അവരുടെ അടുത്തുള്ള ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലുമൊക്കെ എത്തിച്ചേരുന്ന സാധനങ്ങളുടെ വില കൂടുന്നു എന്നാണ്.
കൂടാതെ വെനിസ്വേല എന്ന രാജ്യം സ്വയം പര്യാപ്തതയുള്ള ഒരു രാജ്യമൊന്നുമല്ല. അവിടെ കൂടുതലായിട്ട് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എണ്ണയുടെ വില വളരെ കുറവാണ്. അവർ ഈ എണ്ണ വിറ്റ് കിട്ടുന്ന കാശ് ഉപയോഗിച്ചിട്ടാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ ധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത്. ആ എണ്ണയ്ക്ക് വിലയില്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് കാര്യമായിട്ട് ഇറക്കുമതി ചെയ്യാൻ സാധിക്കുന്നില്ല. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ തന്നെ അടുത്തുള്ള മറ്റ് പല ഷോപ്പുകളിലും എത്തിക്കാനുള്ള ട്രക്കുകളുടെ ഫെയറും കൂടി. അതോടുകൂടി നിത്യോപയോഗ സാധനങ്ങളുടെ വില ഗണ്യമായിട്ട് വർദ്ധിക്കാൻ തുടങ്ങി. പാവപ്പെട്ടവർ പട്ടിണി കിടക്കാൻ തുടങ്ങി. പട്ടിണി കിടന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കള്ളനായി മാറുന്നതാണെന്ന് അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തീരുമാനിച്ചു. 1-2 കള്ളന്മാരല്ല, ഒരു പ്രദേശം മുഴുവനും കള്ളന്മാരായിട്ട് മാറുന്നു. ആ പ്രദേശത്തുള്ള സകല ജനങ്ങളും ആയുധങ്ങളുമായിട്ട് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിലും വലിയ വലിയ സ്റ്റോറുകളിലേക്കും കയറുന്നു. അവിടുത്തെ ചില്ലലമാരകളൊക്കെ തകർത്ത് അവിടെയുള്ള സകലമാന സാധനങ്ങളും തട്ടിയെടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. സർക്കാർ ശരിക്കും ഭയന്നുപോയി. രാജ്യം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്രയും അരാജകത്വത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരുപക്ഷെ ഒരു രാജ്യത്തും കാണാത്ത തരത്തിലുള്ള അരാജകത്വം ഇപ്പോൾ വെനിസ്വേലയിൽ നടക്കുന്നു. അതിനെ എങ്ങനെ നേരിടണം എന്നറിയാത്ത ഉദ്യോഗസ്ഥരായിരുന്നു തലപ്പത്തൊക്കെ ഉണ്ടായിരുന്നത്. അവർ പട്ടാളത്തെ വിളിച്ചു വരുത്തി. പട്ടാള തോക്കുമായി ഈ സൂപ്പർ മാർക്കറ്റുകളുടെ മുൻപിലേക്ക് വന്നു. സാധനങ്ങൾ തട്ടിയെടുക്കുന്ന ആളുകളെ അവർ ദാരുണമായി വെടിവെച്ച് കൊന്നു. 1-2 ആയിരക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് മരണപ്പെട്ടത്. അവർ പട്ടിണി കിടന്ന കാരണമാണ് ഇപ്പോൾ ഒരു കള്ളനായി മാറിയത്, അല്ലെങ്കിൽ ഒരു കൊള്ളക്കാരനായി മാറിയത്. അവരെ സാധാരണഗതിയിലേക്ക് മടക്കി കൊണ്ടുവരാൻ സർക്കാരിൻ്റെ കയ്യിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യാനും പെട്ടെന്ന് നടപ്പിലാക്കാനും ഒക്കെ അവർക്ക് കഴിയണമായിരുന്നു, അല്ലെങ്കിൽ മീഡിയേറ്റേഴ്സിനെ ഏർപ്പാടാക്കണമായിരുന്നു. സ്വന്തം രാജ്യത്തിൻ്റെ ജനങ്ങൾ സ്വന്തം പട്ടാളത്തിൻ്റെ തോക്കുകൊണ്ട് തന്നെ ഇരയാകുക എന്ന് പറയുന്നത് അത് അങ്ങേയറ്റത്തെ നാണക്കേടുള്ള, അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. വെനിസ്വേല ഈ അടുത്ത കാലത്താണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പല്ല, 1989 എന്ന് പറയുമ്പോൾ അത് സമീപ ചരിത്രത്തിൽ തന്നെയാണ്. അത്രയും വലിയ ഒരു നാണക്കേടിലൂടെ കൂടി ആ രാജ്യം കടന്നുപോയി. ഈ ഒരു സംഭവത്തിന് ശേഷം സർക്കാരിനോടുള്ള എല്ലാ വിശ്വാസവും ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എല്ലാ ജനങ്ങളും സർക്കാരിന് എതിരെയായി. സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം പിന്നീട് 1992 നടന്നു. ആ ശ്രമം നടത്തിയത് ഒരു പട്ടാളക്കാരൻ തന്നെയായിരുന്നു, ഒരു പട്ടാള മേധാവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഹ്യൂഗോ ഷാവേസ് എന്നാണ്. പക്ഷേ അതൊരു വലിയ പരാജയമായിരുന്നു. അവിടെ ഒരു അരാജകത്വം സൃഷ്ടിക്കാൻ സാധിച്ചു, ഒരു വലിയ ആഭ്യന്തര യുദ്ധം ആരംഭിക്കാൻ സാധിച്ചു. പക്ഷേ ഹ്യൂഗോ ഷാവേസ് പിടിക്കപ്പെട്ടു. നേതാവ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കലാപത്തിന് അധികം ആയുസ്സൊന്നുമില്ല. പക്ഷേ നേതാവ് പിടിക്കപ്പെട്ടപ്പോഴും കലാപം പിന്നെയും തുടർന്നു കൊണ്ടുപോയി. അതിനെ തുടർന്ന് രാജ്യത്തിന്, സർക്കാരിന് മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല ഹ്യൂഗോ ഷാവേസിനെ കൊണ്ട് ഒരു ന്യൂസ് ബൈറ്റ് എടുപ്പിക്കുക, അത് ടെലിവിഷനിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക. വെറും 72 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ക്ലിപ്പാണ് അന്ന് ടി വിയിലൂടെ സംപ്രേഷണം ചെയ്തത്. അതിൽ തൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായി എന്ന രീതിയിൽ ഹ്യൂഗോ ഷാവേസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഹ്യൂഗോ ഷാവേസിനെ കൊണ്ട് പറയിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം പറഞ്ഞതിന് ശേഷം, ഞാൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു വാക്കുകൂടി കൂട്ടിച്ചേർത്തു, പോർ അഹോറ, ഇപ്പോഴത്തേക്ക്, ഇപ്പോൾ മാത്രം ആണ് ഈ പരാജയം. അതിൻ്റെ അർത്ഥം അദ്ദേഹം ഇനിയും ശക്തമായി മുന്നോട്ട് വരുമെന്നാണ്. ഇപ്പോൾ നടത്തിയ പ്രവൃത്തി വീണ്ടും ആവർത്തിക്കുമെന്നാണ്, ഈ സർക്കാരിനെ നിലംപരിശാക്കുമെന്നാണ്. സർക്കാരിൻ്റെ ചെലവിൽ ശരിക്കും ഹ്യൂഗോ ഷാവേസിനെ തന്നെ മാർക്കറ്റ് ചെയ്തു. ആ ഒരൊറ്റ 72 സെക്കൻഡ് വീഡിയോ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സകല ജനങ്ങളുടെയും ഒരു ആരാധന പുരുഷനായി ഹ്യൂഗോ ഷാവേസ് മാറി. ജനങ്ങൾ നിരത്തിലിറങ്ങി. അവർ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി, പ്രക്ഷോഭങ്ങളുണ്ടാക്കി. ഹ്യൂഗോ ഷാവേസിന് വേണ്ടി അവർ സംസാരിച്ചു തുടങ്ങി. 6 വർഷങ്ങൾക്ക് ശേഷം 1998 നിലവിലുള്ള സർക്കാരിനെ നിലത്തിറക്കാൻ ഹ്യൂഗോ ഷാവേസ് വീണ്ടും വന്നു. ഇത്തവണ അദ്ദേഹം ബുള്ളറ്റുമായിട്ടല്ല വന്നത്, മറിച്ച് അദ്ദേഹം ബാലറ്റ് പെട്ടിയുമായിട്ടാണ് വന്നത്. അടുത്ത ഇലക്ഷനിൽ മത്സരിക്കാൻ ഒരു മത്സരാർത്ഥിയായി അദ്ദേഹം വന്നു. അദ്ദേഹം വലിയ രീതിയിലാണ് ആ കാലഘട്ടത്തിൽ വിജയിക്കുന്നത്. മൊത്തം വോട്ടിൻ്റെ 56% വോട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കിട്ടി. മൊത്തമുള്ള 23 സീറ്റിൽ 17 സീറ്റും വിജയിച്ച് മുന്നേറാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു. ആളുകൾ ശരിക്കും മടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 40 വർഷമായിട്ടുള്ള 2 പാർട്ടികളുടെ മാറി മാറിയുള്ള ഭരണത്തിൽ അവർക്ക് മതിയായി. അവർക്ക് ഒരു സൊല്യൂഷനായിട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഹ്യൂഗോ ഷാവേസ് ആണ്. ഹ്യൂഗോ ഷാവേസിന് വോട്ട് ചെയ്യാനല്ലാതെ
അവർക്ക് മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഹൂഗോ ഷാവേസ് അധികാരത്തിൽ വരുന്നു. അധികാരത്തിലേറി ഒരൊറ്റ വർഷം കഴിഞ്ഞ് 1999 ഹൂഗോ ഷാവേസ് ജനങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. നിങ്ങൾക്ക് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എനിക്ക് ഉണ്ടാക്കണം. ഇപ്പോഴുള്ള പല കാര്യങ്ങളും പൊളിച്ചെഴുതണം. പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ. എന്നാൽ അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങൾ വോട്ട് ചെയ്യണം. ജനവിധിക്ക് വേണ്ടി ആ കോൺസ്റ്റിറ്റ്യൂഷനെ അദ്ദേഹം ഉയർത്തി കാണിച്ചു. ജനങ്ങൾ വോട്ട് ചെയ്തു. ജനങ്ങൾ വോട്ട് ചെയ്തത് പുതിയ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയായിരുന്നു. അങ്ങനെയാണ് വെനിസ്വേലയ്ക്ക് പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അതോടുകൂടി വെനിസ്വേലയുടെ പേര് തന്നെ മാറി. ബൊളിവേറിയൻ റിപ്പബ്ലിക് ഓഫ് വെനിസ്വേല. സൈമൺ ബൊളിവറിൻ്റെ ഓർമ്മയ്ക്കായി ബൊളിവേറിയൻ എന്നുള്ള ഒരു പേര് കൂടി ആ രാജ്യത്തിന് ചാർത്തിക്കൊടുത്തു. ഒരുപാട് നിയമങ്ങളിലെ മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രസിഡൻറ്റിന് മുമ്പുണ്ടായിരുന്ന അധികാരങ്ങളെക്കാൾ കൂടുതൽ അധികാരങ്ങൾ ഇപ്പോഴുണ്ട്. മുമ്പ് കുറച്ചു കാലം മാത്രമാണ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ സാധിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ ദൈർഘ്യമേറിയ കാലഘട്ടത്തിൽ പ്രസിഡൻ്റായി തുടരാനും സാധിക്കും. വെനിസ്വേലയിൽ ഉണ്ടായിരുന്ന സകല ജനങ്ങൾക്കും പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നില്ല ഹൂഗോ ഷാവേസ്. ഹൂഗോ ഷാവേസിനെ വെറുക്കുന്ന ആളുകളുണ്ടായിരുന്നു. അദ്ദേഹത്തെ വെറുത്തിരുന്നത് നല്ല കാശുള്ള ആളുകളാണ്, വലിയ വലിയ ബിസിനസ്സുകാരാണ്. ബിസിനസ്സുകാരെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് കേൾക്കാനായി ഒരുപാട് ആളുകളുണ്ടല്ലോ. അവരുടെ ശിങ്കടികളായി അവർ പണം കൊടുത്ത് നിർത്തിയിരിക്കുന്ന ആളുകളുണ്ടല്ലോ. അവരെല്ലാവരും കൂടിച്ചേർന്ന് മറ്റൊരു പ്രക്ഷോഭം നടത്തി. ആ കൂട്ടത്തിൽ മിലിറ്ററിയുമുണ്ട്. മിലിറ്ററി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിന് ശേഷം മിലിറ്ററി തന്നെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. ഹൂഗോ ഷാവേസ് രാജിവെച്ചിരിക്കുന്നു. ഹൂഗോ ഷാവേസിന് ഇപ്പോൾ അധികാരമില്ല. ബിസിനസ്സുകാരുടെ ഒരു നേതാവായ പെഡ്രോ കാർമണ അദ്ദേഹവും ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. വെനിസ്വേല അനാഥമല്ല. വെനിസ്വേലയെ ഇനി നോക്കാൻ പോകുന്നത് ഞാനാണ് അടുത്ത പ്രസിഡൻറ്റ്. ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് ഓർക്കണം. ഏതോ ഒരു ബിസിനസ്സുകാരുടെ ഒരു നേതാവ് വന്നിട്ട് പറയുകയാണ് ഞാനാണ് പ്രസിഡൻ്റെന്ന്. നിലവിലുള്ള പ്രസിഡൻറ്റിനെ പട്ടാളം അട്ടിമറിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ട് പറയുന്നു അദ്ദേഹം രാജിവെച്ചെന്ന്. അദ്ദേഹത്തിൻ്റെ സ്വന്തം വാക്കുകൾ കൊണ്ട് പോലുമല്ല പറഞ്ഞത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം ഒട്ടും വൈകാതെ പെഡ്രോ കാർമന നിലവിലുണ്ടായിരുന്ന സുപ്രീം കോർട്ടിനെയും കോൺഗ്രസിനെയും പിരിച്ചുവിട്ടു. ഇതൊക്കെ കണ്ടുകൊണ്ട് ജനങ്ങൾ വെറുതെ ഇരിക്കുമോ? അവരുടെ പ്രിയപ്പെട്ട നേതാവാണ് ഹൂഗോ ഷാവേസ്. വലിയൊരു വിഭാഗം ആളുകൾ തന്നെ തെരുവിലിറങ്ങി. വീണ്ടും വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. പട്ടാളക്കാരിൽ തന്നെ ഒരു ചെറിയ വിഭാഗം ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരോടൊപ്പം അണിചേർന്നു. 48 മണിക്കൂർ കൊണ്ട് കൊട്ടാരം പിടിച്ചടക്കാനായിട്ട് സാധിച്ചു. ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ പട്ടാളത്തിലെ പല മേലധികാരികൾക്കും രാജിവെച്ച് പിന്മാറേണ്ടി വന്നു. അല്ലെങ്കിൽ അവരെ ബലപ്രയോഗത്തിലൂടെ രാജിവെപ്പിച്ചു. തടവറയിലുണ്ടായിരുന്ന ഹൂഗോ ഷാവേസിനെ റിലീസ് ചെയ്തു. അദ്ദേഹം വീണ്ടും പ്രസിഡൻ്റായി. കുറേ കൂടി ശക്തനായ, കുറേ കൂടി അധികാരമുള്ള, കുറേ കൂടി ഹീറോയിക്കായിട്ടുള്ള ഒരു പ്രസിഡൻ്റായി ഹൂഗോ ഷാവേസ് മാറി. ഇതുകൊണ്ടൊന്നും ഹൂഗോ ഷാവേസിൻ്റെ എതിരാളികൾ വെറുതെ ഇരുന്നില്ല. അവർക്ക് എന്തു വില കൊടുത്തും ഷാവേസിനെ പുറത്താക്കണം. അതിനുവേണ്ടി പല പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് അവർക്ക് ഒരു ആശയം കിട്ടിയത്. വെനിസ്വേല എന്ന രാജ്യം നിലനിൽക്കുന്നത് തന്നെ എണ്ണയിൽ നിന്നാണ്. എണ്ണ വിൽറ്റ് കിട്ടുന്ന പണത്തിലൂടെയാണ്. ആ എണ്ണ വിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിലോ, എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിലോ? നിലവിൽ എണ്ണ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലൂടെയാണ്. ആ കമ്പനിയിലുണ്ടായിരുന്ന സകല മാനേജർമാരും സ്ട്രൈക്ക് ചെയ്തു. എൻജിനീയർമാരും ആ സ്ട്രൈക്കിൽ പിന്താങ്ങി. എണ്ണപ്പാടം വിജനമായി കടന്നു. അവിടെ എണ്ണ ഖനനം ചെയ്യാതെയായി. സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രശ്നത്തിലൂടെ വീണ്ടും വെനിസ്വേല കടന്നുപോയി. പക്ഷേ മുമ്പുണ്ടായിരുന്ന നേതാക്കന്മാരെ പോലുള്ളൊരു നേതാവല്ല. വെനിസ്വേല ഇപ്പം ഭരിക്കുന്നത് ശരിക്കും ഒരു ആൺകുട്ടിയാണ്. നല്ല ബുദ്ധിയുള്ള ഒരു ആൺകുട്ടി. അദ്ദേഹം എന്താണ് ചെയ്തതെന്നറിയണോ? അദ്ദേഹം ഒരു TV-യിൽ ഒരു ഇൻ്റർവ്യൂ ആണ് അറേഞ്ച് ചെയ്തത്. ആ TV-യിൽ ഇൻ്റർവ്യൂയിലൂടെ തന്നെ ആ കമ്പനിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന, നിലവിൽ സ്ട്രൈക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന 18,000-ഓളം വരുന്ന മാനേജേഴ്സിനെയും എൻജിനീയേഴ്സിനെയും അദ്ദേഹം ഡിസ്മിസ് ചെയ്തു. അവരെ പുറത്താക്കി. അതിനുശേഷം വളരെ ലോയലായിട്ട് വർക്ക് ചെയ്യുന്ന അത്രത്തോളം വരുന്ന മറ്റ് മാനേജർമാരെയും എൻജിനീയേഴ്സിനെയും പുതിയതായി അപ്പോയിൻ്റ് ചെയ്തു. അതോടുകൂടി ആ പ്രശ്നമെല്ലാം സോൾവായി. ഒരൊറ്റ ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഒരൊറ്റ ഇൻ്റർവ്യൂ കൊണ്ട് വെനിസ്വേല വീണ്ടും പഴയ ഗതിയിലേക്കെത്തി. ആ കാലഘട്ടങ്ങളിലാണ് എണ്ണയുടെ വില ബാരലിന് $100 മുകളിൽ വരുന്നത്. അതോടുകൂടി വെനിസ്വേലയിൽ കൂടുതലായി പണം കുമിഞ്ഞുകൂടാൻ തുടങ്ങി. വെനിസ്വേലയെ കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള സ്റ്റേബിളായിട്ടുള്ള ഒരു രാജ്യമാക്കാൻ വെനിസ്വേലയുടെ ഹീറോ ഹൂഗോ ഷാവേസ് കിണഞ്ഞ് പരിശ്രമിച്ചു. അദ്ദേഹം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു. കൂടുതൽ ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു.
പെട്ടെന്ന് ഒരുപാട് ഡോക്ടേഴ്സിനെ ഉണ്ടാക്കാൻ സാധിക്കില്ല. കാരണം ഡോക്ടേഴ്സ് ഉണ്ടാകണമെങ്കിൽ ഒരുപാട് വർഷങ്ങൾ വേണ്ടി വരും. 5 വർഷം മാത്രം മതിയാകില്ല. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം, പുതിയ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കണം. അങ്ങനെ പെട്ടെന്ന് ഡോക്ടേഴ്സിനെ കിട്ടാത്തത് കൊണ്ട് തൊട്ടടുത്തുണ്ടായിരുന്ന രാജ്യമായ ക്യൂബയിൽ നിന്നും അദ്ദേഹം അനേകം ഡോക്ടേഴ്സിനെ വാടകയ്ക്കെടുത്തു. ആ ഡോക്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് സൗജന്യമായിട്ട് ചികിത്സ കൊടുത്തു, സൗജന്യമായിട്ട് മരുന്ന് കൊടുത്തു. വെനിസ്വേലയെ അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. എല്ലാ ആളുകൾക്കും ഒരേപോലെ ആവശ്യമായിട്ടുള്ള സകല വസ്തുക്കളും ലഭ്യമാകണം. അവർക്ക് ജോലി ചെയ്യാനുള്ള അവകാശം ഉണ്ടാക്കിയെടുക്കണം. ജോലി അവർക്ക് ലഭ്യമാക്കണം. ജോലി ചെയ്താൽ കൃത്യമായിട്ട് ഉയർന്ന ശമ്പളം ലഭ്യമാകണം. ഓരോ രാജ്യത്തിനും ഒരു ആരാധന പുരുഷനുണ്ടായിരിക്കും. അത് ഓരോ കാലഘട്ടത്തിലും മാറിക്കൊണ്ടിരിക്കും. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടായിരിക്കുക. നമ്മുടെ രാജ്യത്ത് തന്നെ വിരാട് കോഹ്ലിക്കും സച്ചിൻ ടെണ്ടുൽക്കറിനും രോഹിത് ശർമ്മയ്ക്കുമൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട്. അങ്ങനെ ഓരോ രാജ്യത്തിനും ഒരുപാട് ഫാൻസ് ഉണ്ട്. പക്ഷേ ഈ പറയപ്പെടുന്ന കാലഘട്ടത്തിൽ വെനിസ്വേലയിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടായിരുന്നത് അവരുടെ പ്രസിഡൻ്റായ ഹൂഗോ ഷാവേസിനാണ്. എല്ലാ ഞായറാഴ്ച ദിവസവും ഹൂഗോ ഷാവേസിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു TV ഷോ പോലും ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ആ TV ഷോയിൽ അദ്ദേഹം വെറുതെ സംസാരിച്ചിരിക്കും, അദ്ദേഹം കഥകൾ പറയും, അദ്ദേഹം പാട്ട് പാടും, അദ്ദേഹം ഡാൻസ് കളിക്കും, അദ്ദേഹത്തിൻ്റെ കുടുംബകാര്യങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. ജനദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്ന മിനിസ്റ്റേഴ്സിനെ ലൈവായിട്ട് TV-യിലൂടെ അദ്ദേഹം ഫയർ ചെയ്യും. ജനങ്ങളെ ദ്രോഹിക്കുന്ന, കൈക്കൂലി മേടിക്കുന്ന ഓഫീസർമാരെ പിരിച്ചുവിടും. തമിഴ് സിനിമയായ മുതൽവനിൽ കാണുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് വെനിസ്വേലയിൽ നടക്കുന്നത്. പക്ഷേ എല്ലാ കാലഘട്ടവും അങ്ങനെ തന്നെ തുടർന്നു പോകില്ലല്ലോ. ഇവിടെയും ഒരു വില്ലൻ ഉണ്ടായി. എന്നാൽ ഇവിടെ ഉണ്ടായ വില്ലൻ അത് മനുഷ്യരൂപമുള്ള ഒരു വില്ലനായിരുന്നില്ല. ഈ വില്ലന് ഒരു ക്യാൻസർ സെല്ലിൻ്റെ രൂപമാണ് ഉണ്ടായിരുന്നത്. വെനിസ്വേല എന്ന രാജ്യത്തെ ദുഃഖത്തിലേക്ക് ആഴ്ത്തിക്കൊണ്ട് ഹ്യൂഗോ ഷാവേസ് തന്നെയാണ് വെളിപ്പെടുത്തിയത്. അദ്ദേഹം ഒരു ക്യാൻസർ രോഗിയാണ്. 2011 ഈ അനൗൺസ്മെൻ്റ് ഉണ്ടാകുന്നത്. അതിനുശേഷം 2 വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 2013 മാർച്ച് മാസം 5-ാം തീയതി ഹൂഗോ ഷാവേസ് മരണമടഞ്ഞു. മരിക്കുന്നതിന് മുൻപ് അടുത്ത പിൻഗാമി ആരാണെന്ന് കൂടി അദ്ദേഹം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, അദ്ദേഹത്തിൻ്റെ തന്നെ വൈസ് പ്രസിഡൻ്റായിരുന്ന നിക്കോളാസ് മഡുറോ. നിക്കോളാസ് മഡുറോ വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. വെറുമൊരു ഡ്രൈവർ മാത്രമായിരുന്നു. ആ ഡ്രൈവറിൽ നിന്നും അദ്ദേഹം രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് മാറി. രാജ്യം ഭരിക്കുന്ന, രാജ്യത്തിൽ ഏറ്റവും ഹീറോയിക് പരിവേഷമുണ്ടായിരുന്ന ഹ്യൂഗോ ഷാവേസ് തന്നെ നിക്കോളാസ് മഡുറോയെ അടുത്ത പിൻഗാമിയായി കൂടി ചൂണ്ടിക്കാണിച്ചു. അതിനുശേഷം ഒരു ഇലക്ഷൻ നടന്നു. ഇലക്ഷനിൽ നിക്കോളാസ് മഡുറോ വലിയ രീതിയിൽ വിജയിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്, പ്രത്യേകിച്ചും മറ്റ് രാജ്യങ്ങൾ. എന്നാൽ അങ്ങനെയുള്ള തിളക്കമാർന്ന ഒരു വിജയമൊന്നുമായിരുന്നില്ല. എതിർ സ്ഥാനാർത്ഥിയേക്കാൾ വെറും 1.5% അധിക വോട്ട് മാത്രമാണ് നിക്കോളാസ് മഡുറോയ്ക്ക് കിട്ടിയത്. മഡുറോയുടെ കാലഘട്ടം അത്ര ശുഭകരമായിട്ടുള്ള ഒരു കാലഘട്ടമൊന്നുമായിരുന്നില്ല. അദ്ദേഹം അധികാരത്തിലേറി 1 വർഷം കഴിഞ്ഞ് 2014 ആയപ്പോഴേക്കും എണ്ണവില കൂപ്പുകുത്തി. വലിയ സാമ്പത്തിക മാന്ദ്യമാണ് ഉണ്ടാകുന്നത്. ഹൂഗോ ഷാവേസ് അതുവരെ നടത്തിയിരുന്ന പല സോഷ്യലിസ്റ്റ് ആക്റ്റുകളും നടപ്പിലാക്കാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ടായി. ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പർ പോലും വില കൊടുത്ത് മേടിക്കാൻ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് സാധിച്ചില്ല. സാമ്പത്തിക മാന്ദ്യം വീണ്ടും അതിശക്തമായിട്ട് ഉയർന്നു വന്നു. അവരുടെ രാജ്യത്തിൻ്റെ നാണയത്തിന് ഒരു രീതിയിലുള്ള വിലയുമില്ല. കെട്ടുകണക്കിന് പണം കൊണ്ടുപോകണം ഒരു പീസ് ടോയ്ലറ്റ് പേപ്പർ മേടിക്കാൻ. കയ്യിൽ പണമില്ലാതെ ആയപ്പോൾ, പട്ടിണിയായപ്പോൾ ആളുകൾ വീണ്ടും തെരുവിലിറങ്ങി. വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. ഹൂഗോ ഷാവേസിൻ്റെ പിൻഗാമി ഹൂഗോ ഷാവേസിനെ പോലെയല്ല പെരുമാറിയത്. അദ്ദേഹം വളരെ ക്രൂരമായിട്ട് ആ ആക്രമണങ്ങളെ അടിച്ചൊതുക്കാനായിട്ട് ശ്രമിച്ചു. ആളുകൾ കൂടുതൽ വയലൻ്റായി. ഹൂഗോ ഷാവേസ് കൂടുതൽ ആളുകളെ കൊല്ലാൻ തുടങ്ങി, സ്വന്തം സൈനികരെ ഉപയോഗിച്ചുകൊണ്ട്. ഒട്ടും വൈകാതെ തന്നെ നാഷണൽ കൗൺസിലേക്കുള്ള ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷനിൽ നിക്കോളാസ് മഡുറോ പരാജയപ്പെട്ടു. പക്ഷേ നാഷണൽ അസംബ്ലിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു വന്നിട്ടുള്ള ആളുകളെ അദ്ദേഹം ഒരു ദാക്ഷിണ്യവുമില്ലാതെ പ്രസിഡൻറ്റിൻ്റെ അധികാരം ഉപയോഗിച്ച് പിരിച്ചുവിട്ടു. ആ കാലഘട്ടത്തിൽ, അതായത് ഈ സമീപ കാലഘട്ടത്തിൽ തന്നെ പ്രസിഡൻറ്റിന് സുപ്രീം കോടതിയുടെ മേൽ തന്നെ അധികാരമുണ്ട്. ആ സുപ്രീം കോടതി ഉപയോഗിച്ചിട്ടാണ് നാഷണൽ അസംബ്ലിയെ പിരിച്ചുവിടുന്നത്. ആളുകൾ വീണ്ടും തെരുവിലിറങ്ങി. പ്രക്ഷോഭം വീണ്ടും ആരംഭിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ 2018 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പായി. എല്ലാവരും പ്രതീക്ഷിച്ചു നിക്കോളാസ് മഡുറോ ഇത്തവണ പരാജയപ്പെടുമെന്ന്.
പക്ഷേ നിക്കോളാസ് മഡുറോ പരാജയപ്പെടാൻ കൂട്ടാക്കിയില്ല. അതിന് വളരെ ഡേർട്ടി ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ശക്തരായിട്ടുള്ള സകല എതിരാളികളെയും അദ്ദേഹം അയോഗ്യരാക്കി. ശക്തരായിട്ടുള്ള ഒരു എതിരാളിയുമില്ല. അപ്പോൾ ഒരു പേരിന് മാത്രമുള്ള തെരഞ്ഞെടുപ്പ്, പേരിന് മാത്രമുള്ള ആ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും വിജയിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനൊരു വിജയം ഉണ്ടാക്കിയെടുക്കുന്നത് നിക്കോളാസ് മഡുറോയാണ്. നിക്കോളാസ് മഡുറോ സ്വന്തം വിജയം എഴുതി ഉണ്ടാക്കി. അത് അദ്ദേഹം അനൗൺസ് ചെയ്തു. ലോകത്തിൻ്റെ മുൻപിൽ വെനിസ്വേല എന്ന ജനാധിപത്യ രാജ്യം ഒരു പരിഹാസ്യമായിട്ട് മാറി. അടുത്ത വർഷം 2019 നാഷണൽ അസംബ്ലിയുടെ നേതാവായ ജുവാൻ ഗൈഡോ ഒരു പ്രഖ്യാപനം നടത്തി. കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അതിനെ ഒരു തെരഞ്ഞെടുപ്പെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് പൂർണ്ണമായിട്ടുള്ള ഒരു അട്ടിമറിയായിരുന്നു. ആ അട്ടിമറിയിലൂടെ അധികാരത്തിൽ വന്ന പുതിയ പ്രസിഡൻ്റായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല. ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വന്ന നാഷണൽ അസംബ്ലിയുടെ നേതാവായ ഞാനാണ് അടുത്ത പ്രസിഡന്റ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് വിദേശ രാജ്യങ്ങളും വന്നു. അമേരിക്ക ഉൾപ്പെടെ 50ഓളം വിദേശ രാജ്യങ്ങളാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തത്. പക്ഷേ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല. മിലിറ്ററി ഇപ്പോൾ പ്രസിഡൻറ്റിൻ്റെ കീഴിലാണ്. മിലിറ്ററിയുടെ സഹായമില്ലാതെ ഒരിക്കലും അട്ടിമറിക്കാൻ സാധിക്കില്ല. അല്ലാതെ പ്രഖ്യാപിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. പ്രഖ്യാപനം മാത്രമാണ് നടന്നത്. പാലസ് പിടിച്ചടക്കാനോ ഭരണം കയ്യേറാനോ ഒന്നും ജുവാന് സാധിച്ചില്ല. 2020 ശേഷമുള്ള കാലഘട്ടം വെനിസ്വേലയിൽ ശരിക്കും വളരെ മോശമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. ആളുകൾ പട്ടിണിയിലാണ്. പട്ടിണിയില്ലാത്ത ആളുകളുടെ എണ്ണം വളരെ വളരെ കുറവായിരുന്നു. അങ്ങനെയാണ് കൂടുതൽ ആളുകൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. 2020-23 കാലഘട്ടത്തിൽ വെനിസ്വേലയിൽ നിന്നും മറ്റ് പല രാജ്യങ്ങളിലേക്ക് ചേക്കേറിയവരുടെ എണ്ണം 77 ലക്ഷമാണ്. ലാറ്റിൻ അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഒരു രാജ്യത്തും ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു മൈഗ്രേഷൻ നടന്നിട്ടില്ല. അവരുടെ നാണയമായിട്ടുള്ള ബൊളീവറിന് ഒരു വിലയും ഇല്ലാതെ ആയതോടുകൂടി അവിടെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായി ആളുകൾക്ക് ഡോളർ ഉപയോഗിക്കാമെന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അല്ലെങ്കിൽ സർക്കാർ ഡോളർ അവിടുത്തെ വിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു ഓർഡർ ഇറക്കി. അതോടുകൂടി ഇൻഫ്ലേഷൻ ഒരു പരിധിവരെ ഒന്ന് കൺട്രോൾ ചെയ്തു. പക്ഷേ അവിടെ അതിനേക്കാൾ വലിയൊരു പ്രശ്നം കൂടി ആരംഭിച്ചു. ജനങ്ങൾ രണ്ടായി ഡിവൈഡ് ചെയ്യപ്പെട്ടു. ഡോളർ കയ്യിലുള്ളവനും ഡോളർ കയ്യിൽ ഇല്ലാത്തവനും. 2024 വീണ്ടും ഒരു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കൂടി വന്നു. ഇത്തവണ ഓപ്പോസിഷൻ പാർട്ടികളെയെല്ലാം ജോയിൻ ചെയ്തുകൊണ്ട് ശക്തിയായിട്ടുള്ള ഒരു നേതാവുണ്ട്, മറിയ കോറിനോ മച്ചോഡോ. അവർ തിരഞ്ഞെടുപ്പിന് മത്സരിക്കുമെന്ന് ഉറപ്പായിരുന്നു. അവരെ മത്സരിപ്പിക്കാതിരിക്കാൻ വേണ്ടി നിക്കോളാസ് മഡുറോ ബോധപൂർവം അവരെ അയോഗ്യയാക്കി. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഒരു ഡിപ്ലോമാറ്റായിട്ടുള്ള ഒരു സാധുവായ വ്യക്തി, എഡ്മണ്ടോ ഗോൺസാലസ്. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള യോഗ്യത കിട്ടി. അതുകൊണ്ട് തന്നെ മാച്ചോഡോ അവരുടെ സപ്പോർട്ട് മുഴുവനും ഗോൺസാലസിന് കൊടുത്തു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വോട്ടിംഗ് മെഷീനിൽ നിന്ന് കിട്ടിയിട്ടുള്ള സകല റെസിപ്റ്റുകളും ഓപ്പോസിഷൻ പാർട്ടി മേടിച്ചു. അത് കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളും വോട്ട് ചെയ്തിരിക്കുന്നത് ഗോൺസാലോസിനാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം അങ്ങനെ ആയിരുന്നില്ല. അത് നിക്കോളാസ് മഡുറോ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. വിജയിച്ചത് നിക്കോളാസ് മഡുറോയാണത്രേ. പക്ഷേ അദ്ദേഹത്തിന് അത്രയും വോട്ടുണ്ടായിരുന്നില്ല, അത്രയും ജനപിന്തുണയും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഇലക്ഷനിൽ താനാണ് ജയിച്ചതെന്ന് കാണിക്കാൻ നിക്കോളാസ് മഡുറോയുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ജനങ്ങൾ വീണ്ടും തെരുവിലിറങ്ങി. പിന്നെയും പ്രക്ഷോഭങ്ങൾ. ആ പ്രക്ഷോഭം അടിച്ചമർത്താനായി നിക്കോളാസ് മഡുറോ കുറച്ചുകൂടെ കടുത്ത ഒരു നടപടിയെടുത്തു. അതാണ് ഓപ്പറേഷൻ ടൺ ടൺ അല്ലെങ്കിൽ ഓപ്പറേഷൻ നോക്ക് നോക്ക്. ഓരോ വീടുകളിലും കയറിയിറങ്ങി നിക്കോളാസ് മഡുറോയ്ക്കെതിരെ സംസാരിക്കുന്ന ആളുകളെയെല്ലാം അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചു. നിക്കോളാസ് മഡുറോയ്ക്കെതിരെ എന്തെങ്കിലും ചെറിയ നീക്കങ്ങൾ നടത്തുന്ന ആളുകളുടെ വീടിൻ്റെ മുൻപിൽ ഒരു എക്സ് മാർക്ക് വരച്ചിട്ടു. ആ എക്സ് മാർക്ക് കണ്ട് മറ്റുള്ള ആളുകൾ ശരിക്കും ഭയപ്പെട്ടു. ആ വീടിനും ആ വീട്ടുകാർക്കും എന്തും എപ്പോഴും സംഭവിക്കാം. എഡ്മണ്ടോ ഗോൺസാലസ് 2024 സെപ്റ്റംബർ മാസത്തിൽ അവിടെ നിന്നും ഓടി സ്പെയിനിലേക്ക് പോയി. മറിയ കോറിന ഒളിവിൽ പോയി. നിക്കോളാസ് മഡുറോ വീണ്ടും ഭരണത്തിൽ തുടർന്നു. 2026 ജനുവരി മാസം 3-ാം തീയതി അമേരിക്കൻ ഗവൺമെൻറ് അങ്ങ് കരാക്കാസിൽ പോയി അവിടുത്തെ അധികാരിയായ നിക്കോളാസ് മഡുറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അറസ്റ്റ് ചെയ്ത് അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ മേൽ ചാർത്തിക്കൊടുത്ത കുറ്റങ്ങൾ നാർക്കോ ടെററിസം, കൊക്കെയിൻ്റെ ഇമ്പോർട്ട്, മെഷീൻ ഗണ്ണുകളുടെ നിയന്ത്രണമില്ലാത്ത ഉപയോഗം, കൊക്കെയിൻ ബോധപൂർവം
അമേരിക്കയിലേക്ക് പണമുണ്ടാക്കാനായി കയറ്റുമതി ചെയ്തുവെന്നാണ് കുറ്റം. അങ്ങനെയുള്ള കുറ്റങ്ങൾ എങ്ങനെയാണ് അമേരിക്കയ്ക്ക് ചാർത്തി കൊടുക്കാൻ സാധിക്കുന്നതെന്ന് വ്യക്തമല്ല. കാരണം രണ്ടും രണ്ട് രാജ്യമാണ്. ശരിക്കും വെനിസ്വേലയിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് അത് ശരിയായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പൊന്നും അല്ലെങ്കിൽ പോലും അവിടുത്തെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാൻ മറ്റൊരു രാജ്യത്തിനും അധികാരമില്ല. പക്ഷേ അമേരിക്ക ഒരു ലോക പോലീസിനെ പോലെ തന്നെയാണ് കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം അവർ വെനിസ്വേലയിലും ആരംഭിച്ചു. പക്ഷേ വെനിസ്വേലയിലെ അധികാരം അമേരിക്ക അട്ടിമറിച്ചില്ല. പ്രസിഡന്റ് പോയപ്പോൾ പിന്നീട് അടുത്ത പ്രസിഡൻ്റായിട്ട് മാറുന്ന അല്ലെങ്കിൽ ആക്ടിംഗ് പ്രസിഡൻ്റായിട്ട് മാറുന്നത് നിലവിലുണ്ടായിരുന്ന വൈസ് പ്രസിഡൻ്റായ ഡിലെ റോഡ്രിഗസ് ആണ്. അവർ പറഞ്ഞത് ഇത് കിഡ്നാപ്പിംഗ് ആണ്, ഞങ്ങളുടെ പ്രസിഡൻറ്റിനെയും പ്രസിഡൻറ്റിൻ്റെ ഭാര്യയും കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോയതാണ്, അല്ലാതെ അവർ എന്തെങ്കിലും യുദ്ധ തടവ് പുള്ളികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ്റർനാഷണൽ ക്രിമിനലുകളോ ഒന്നുമല്ല. ഒപ്പോസിഷൻ പാർട്ടി നേതാവായ മറിയ കോറിന പറയുന്നത് ഇത് ജനാധിപത്യത്തിലേക്ക്, ശരിക്കുമുള്ള ജനാധിപത്യത്തിലേക്ക് മാറാനുള്ള വെനിസ്വേലയുടെ ഒരു സുവർണ അവസരമാണെന്നാണ്. അതിന് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം, അല്ലെങ്കിൽ 2024 നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ യഥാർത്ഥ റിസൾട്ട് പ്രഖ്യാപിക്കണം. വെനിസ്വേല ആ രാജ്യം ഉണ്ടായ കാലഘട്ടങ്ങൾ മുതൽ തന്നെ വലിയ അരാജകത്വത്തിലാണ്. അത് ഇടയ്ക്കൊക്കെ ജനാധിപത്യമായിട്ട് മാറി, പക്ഷേ ആ ജനാധിപത്യം പേരിന് മാത്രമായിരുന്നു. വെനിസ്വേല മാത്രമല്ല, ഇത്തരത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും നരകിച്ച് ജീവിക്കുന്ന ഒരുപാട് ജനസമൂഹം നമ്മുടെ ചുറ്റിനുമുണ്ട്. ആ ജനസമൂഹങ്ങളെ, ആ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യം ശരിക്കും ഒരു സ്വർഗമാണ്. എല്ലാ അർത്ഥത്തിലും വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു ഭരണമാണ് നമ്മുടെ രാജ്യത്തിലുള്ളത്. അത് സ്വാതന്ത്ര്യത്തിൻ്റെ കാലഘട്ടം മുതൽ ഇന്ന് 2026 വരെ എത്തി നിൽക്കുന്ന കാലഘട്ടത്തിലും അത് തുടർന്നു പോകുന്നു. ഇനി അങ്ങോട്ടും അതങ്ങനെ തന്നെ തുടർന്നു പോകും. കാരണം ഇത് വെനിസ്വേലയല്ല, ഇത് ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഒരു മിലിറ്ററി ഉണ്ട്. ആ മിലിറ്ററി ഒരിക്കലും ഈ രാജ്യത്തെ സർക്കാരിനെ അട്ടിമറിക്കില്ല. ആ സർക്കാരിന് വേണ്ടി, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പട്ടാളക്കാരായി അവർ നിൽക്കും. അവരൊരിക്കലും ഇവിടുത്തെ ജനങ്ങളെ, ഇന്ത്യയുടെ സ്വന്തം ജനങ്ങളെ വെടിവെച്ച് കൊല്ലില്ല. ആ വിശ്വാസം അതെന്നും നമുക്കുണ്ട്. നമ്മൾ ജീവിക്കുന്നത് ഒരു നരകതുല്യമായ രാജ്യത്തല്ല, ശരിക്കും ഒരു സ്വർഗതുല്യമായ രാജ്യത്താണ്. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടികെട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസിയായി പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ memory20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ചെക്കൗട്ട് ചെയ്യുക.